യെസ്. എന്റെ മിസ്റ്റേബിൾ എല്ലാ ആണോ? സജ്ജന്മാർക്കും യെസ് യെസ് ആണ് കേട്ടോ. ഓക്കെ. തീർച്ചയായിട്ടും എല്ലാവരും ക്യാമറ ഓൺ ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോ വൺസ് അഗെയിൻ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് സഖിയുടെ വീക്ക്ലി മീറ്റപ്പിലാണ്. ഈ ഒരു നിമിഷത്തിൽ എത്തിയിരിക്കുന്ന നമ്മളെല്ലാവരെയും എത്തിച്ച എല്ലാ വ്യക്തികൾക്കും സാഹചര്യങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എല്ലാ ഇപ്പോഴും നമ്മളെ പരിഗണിക്കണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാ ദിവസവും എത്രത്തോളം നമ്മൾ നമ്മളെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത് ആലോചിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ബ്രേക്കുകൾ ഉണ്ടായിരിക്കും. അത് സ്വാഭാവികമാണ്. പക്ഷെ കാലത്തിനനുസരിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും നമ്മൾ ഒരു വീഴ്ചയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ആരുടെ സഹായം ഇല്ലെങ്കിലും അവിടുന്ന് എഴുന്നേറ്റ് വരാനുള്ള ഒരു മെന്റൽ കപ്പാസിറ്റി നമ്മൾക്ക് ഉണ്ടായിരിക്കണം. സഖി തീർച്ചയായിട്ടും മെന്റൽ ഹെൽത്ത് കൂടുതൽ പ്രൊവൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. മെന്റൽ ഹെൽത്ത് മാത്രമല്ല, അതിനോടൊപ്പം ഫിസിക്കൽ ഹെൽത്തും ഹാപ്പിനെസ്സും സ്കില്ലും പരസ്പരം എങ്ങനെയൊക്കെ കൂടെയുള്ളവരെ സ്നേഹിച്ചും സപ്പോർട്ട് ചെയ്തിട്ടും മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്തിട്ടാണ് ഇനി സഖിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് എല്ലാ ആഴ്ചകളിലും വീക്ക്ലി സെഷൻസ് ഉണ്ട്, കൂടാതെ മന്ത്ലി മീറ്റപ്പും ഉണ്ട്. ഓക്കെ, എല്ലാവരെയും ഞാൻ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട എല്ലാ സഖിമാരെയും വൺസ് അഗൈൻ ഈ ഒരു പ്രോഗ്രാമിലോട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് സെഷൻ എടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സഖി ഡോക്ടർ ഷെഹന ജലീലാണ്. ഡോക്ടർ ഷെഹന ജലീൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സഖിയോടൊപ്പം ഉള്ള ഒരു ജേണിയിൽ നമുക്ക് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെഹനയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള അവസരമുണ്ട്. കാരണം ആള് ആയുർവേദിക് ഫിസിഷ്യനാണ്. അതിനോടൊപ്പം സ്ത്രീകളുടെ എൻറ്റയർ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ആരോഗ്യം എന്ന് പറയുമ്പോൾ സൗന്ദര്യം അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എപ്പോഴും ആരോഗ്യം നഷ്ടപ്പെടുക പ്രസവത്തിലൂടെയാണ് എന്നുള്ള ഒരു തോന്നലുണ്ട്. പക്ഷെ ഇതെല്ലാ ഭാഗവും, അതായത് നമ്മുടെ സ്കിൻ കെയർ ആയിക്കോട്ടെ, ഹെയർ ആയിക്കോട്ടെ, ഇനിയിപ്പോ മെന്റൽ സ്ട്രെസ് ആയിക്കോട്ടെ, പ്രസവാന്തര ശുശ്രൂഷ, അങ്ങനെ തന്നെയല്ലേ പറയാ, പോസ്റ്റ് പോസ്റ്റ് പോർട്ടം, എന്തായിരുന്നു വീട്, പോസ്റ്റ്നേറ്റൽ കെയർ, പോസ്റ്റ്പാർട്ടം കെയർ രണ്ടും പറയും. പോസ്റ്റ് പാർട്ടം കെയർ. ഓക്കെ. അപ്പോ അങ്ങനെയുള്ള എല്ലാ സപ്പോർട്ടും നൽകുന്ന രണ്ട് സ്ഥാപനം കൂടെ ഷെഹനക്ക് ഉണ്ട്. അത് വലിയ ഒരു സന്തോഷമുണ്ട്. എസ് എസ് സഖി എന്നുള്ള മെമ്പർ ആകുമ്പോൾ നമുക്ക് വളരെയധികം പ്രൗഡായിട്ട് തന്നെ ഇനി ഷെഹനയുടെ ജേണി നമുക്ക് കേൾക്കാം. അപ്പോൾ ഏറ്റവും സന്തോഷത്തോടെ, അതിലുപരി ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഈ ഒരു മൊമെന്റിലോട്ട് ഞാൻ ഷെഹനെ വെൽക്കം ചെയ്യാണ്. പ്ലീസ് വെൽക്കം ഡോക്ടർ ഷെഹന ജലീൽ. താങ്ക് യു. ഇനിയൊരു ഫോർമൽ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ല, കാരണം ഓൾറെഡി എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മൾ ഒരു കുഞ്ഞ് ഇൻട്രോ വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ട് ഏകദേശം ആൾക്കാർക്ക് അറിയുണ്ടാവും. ഒരു 5-6 പേരെങ്കിലും അയച്ചിട്ടുണ്ടോ നമ്മള്? ആ, ആകെ 4 മുഖങ്ങൾ എനിക്ക് കാണാനുള്ളൂ. നമ്മൾ 10 പേരുണ്ട്. എല്ലാരും 10 പേരുണ്ട് അല്ലെ. നമ്മൾ ടോപ്പിക് എന്താ പറഞ്ഞത്? ഷീ ഫസ്റ്റ് എന്നുള്ളതാണ്. നമ്മള് ഫസ്റ്റ് അല്ലെ. നമുക്ക് എപ്പോഴും എല്ലായിടത്തും ഫസ്റ്റ് ആയിട്ടാണോ നമ്മളുള്ളത്? പ്രിവിലേജ്ഡ് ആയിട്ടാണോ നമ്മളുള്ളത്? ശരിക്ക് ആയുർവേദം നമ്മളെ സൊസൈറ്റി ആണെങ്കിലും ഒക്കെ പറയാ വുമൻ ഫസ്റ്റ് എന്നാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മളെ പ്ലേസ് ചെയ്യാറില്ല ഫസ്റ്റ്. ഷെഹന, ഞാൻ നമ്മളെ പ്ലേസ് ഒന്ന് ചെയ്യാൻ നമുക്ക് റിക്വസ്റ്റ് കുറച്ച് ചെയ്യട്ടെ. മടിയാ. ആ ആ, ഫോൺ ഇങ്ങനെ വെക്കാൻ പറ്റും ഹൊറിസോണ്ടൽ ആയിട്ട്? ഇങ്ങനെയാ? ആ, നോക്കട്ടെ ട്ടാ, ഒരു സെക്കൻഡ്. ഒന്ന് ട്രൈ ചെയ്യോ, എങ്കിൽ ഞങ്ങൾക്ക് കുറേയും കൂടി ഷെഹനാനെ കാണായിരുന്നു. നിങ്ങൾ ലാപ്പിലാണോ കാണുന്നത്? ഇപ്പൊ ഓക്കെയാണ്. ഒരു സെക്കൻഡ്. ഓക്കെ ഓക്കെ. ഫുള്ളായിട്ട് കിട്ടുന്നുണ്ടോ? സമയം എടുത്തോളൂ, കുഴപ്പമില്ല. ഡോൺ വെറി, സമയം എടുത്തോളൂ. ഹൈറ്റ് ഒക്കെ ആണോ? ഒന്ന് ഒന്ന് വെച്ച് ഞാൻ നോക്കിയിട്ട് പറയാം. കിട്ടുന്നുണ്ടോ ഫുള്ള്? കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് കേട്ടാ. ഓക്കെ ഓക്കെ. ഓഡിബിൾ അല്ലേ കറക്റ്റ് ആയിട്ട്? ഓക്കെ ഓക്കെ ആണ് കേട്ടാ. ഉം. അപ്പൊ നമുക്ക് സംസാരിക്കാം അല്ലെ. അപ്പൊ നമ്മളെപ്പോഴും നമ്മളെ ഫസ്റ്റ് പ്ലേസ് ചെയ്യാൻ കുറച്ച് മടിയുള്ള ആൾക്കാരാ.
നമ്മൾ പറയുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കുന്നെന്ന് പറയുന്നെങ്കിലും സൊസൈറ്റി തരുന്ന ഇമ്പോർട്ടൻസ് പോലും നമ്മൾ സെൽഫായിട്ട് കെയർ ചെയ്യാൻ എടുക്കാറില്ല. ആരെങ്കിലും എടുക്കാറുണ്ടോ? സെൽഫ് കെയർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഡേ എങ്ങനെയാ തുടങ്ങണേ? നമ്മൾ ഈ പ്രൊഫഷണൽ ലൈഫും വീട്ടിലത്തെ കാര്യങ്ങളും ഒക്കെ ബാലൻസ് ചെയ്യാൻ ഇങ്ങനെ ഓടി 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 നടക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പൊ അതിന്റെ ഇടയിൽ മിക്കവാറും നമ്മൾ മാറ്റി വെക്കുക നമ്മുടെ സ്വന്തം കാര്യങ്ങളാണ്. അപ്പൊ ആയുർവേദത്തിന് ഇവിടെ എന്താ ചെയ്യാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ കറക്ഷനാ ചെയ്യാനുള്ളത്. അതായത് നമ്മളെ പല ഘട്ടങ്ങള് നമ്മളൊരു സ്ത്രീനെ എടുക്കുമ്പോൾ ആദ്യത്തെ ഘട്ടം മെനാർ നമ്മള് നമ്മള് മെനാർക്ക് എന്ന് പറയും. നമ്മള് രജസ്വലാവുക അല്ലെങ്കിൽ പീരീഡ്സ് ഫസ്റ്റ് ആയിട്ട് ഉണ്ടാവുക, ഋതുമതി ആവുക എന്നൊക്കെ പറയും. അവിടുന്ന് തൊട്ടിട്ടാണ് ഒരു സ്ത്രീന്റെ സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലെ? ചില സ്ഥലത്ത് പച്ചമുട്ട കൊടുക്കും, അങ്ങനെ പല 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 വേണ്ടാത്ത ഓവർ നറിഷിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവിടുന്ന് തൊട്ട് ബാഡ് പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത്. പക്ഷെ ഇതിന്റെ പേരൊക്കെ ആയുർവേദം എന്നാണ് അല്ലേ? ആയുർവേദം ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ നാടൻ മരുന്ന് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഋതുമതി ആവുമ്പോ തുടങ്ങും ഓവറായിട്ട് നറിഷിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ആൻഡ് അവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ വരുമ്പോ പിന്നെ ഫെർട്ടിലിറ്റിന്റെ ഇഷ്യൂസ് ആയി. അതായത് നമ്മൾ പല രീതിയിൽ നമ്മളുടെ ഹാബിറ്റ് കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ കൊണ്ട് നമ്മളുടെ വീട്ടിലത്തെ ഫുഡിന്റെ രീതികള്, നമ്മളുടെ വർക്കിംഗ് സ്റ്റാറ്റസ്, പല ആൾക്കാരും ഫിസിക്കലി അനങ്ങാൻ പോലും തയ്യാറാവില്ല. ചില വീട്ടിലത്തോര് നമ്മളെ ഇങ്ങനെ കുപ്പിയിലിട്ട് വെക്കുന്ന പോലെ മോള് പുറത്തിറങ്ങാൻ പാടില്ല, സൈക്കിൾ ചവിട്ടാൻ പാടില്ല, അല്ലെങ്കിൽ കളിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ നമ്മൾ റെസ്ട്രിക്റ്റഡ് ആണ്, മൂവ്മെന്റ്സ് റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പൊ ഹോർമോണൽ ഇഷ്യൂസ് ഒക്കെ നമ്മൾ കാണിക്കുക ഫെർട്ടിലിറ്റി പീരീഡിലാണ്. അതായത് നമ്മളൊരു കല്യാണം കഴിഞ്ഞ ആ സമയത്ത് ഒന്നുമില്ലെങ്കിൽ പീരീഡ്സിൽ റെഗുലാരിറ്റീസ് വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രഗ്നന്റ് ആവാനുള്ള ബുദ്ധിമുട്ട് വരും. അപ്പൊ ആ സമയത്ത് വീണ്ടും നമ്മൾ ഹോർമോൺ ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ. പിന്നെ ഒരു പ്രഗ്നൻസി ആകെ കൂടെ ഒരു കെയർ കിട്ടുന്ന സമയം പ്രഗ്നൻസിയാ. അതായത് കുഞ്ഞ് വയറ്റിലുള്ളതുകൊണ്ട്. ഇത് ഞാൻ അങ്ങനെ ഒരു എന്താ പറയുക, ചില ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പറയും ഫെമിനിസം, ഇതെല്ലാം ഫെമിനിസം എന്ന് അവർക്ക് അറിയാത്തതുകൊണ്ടാണ്. പക്ഷെ സി, നമുക്ക് ഒരു സ്ത്രീന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കെയർ കിട്ടുന്ന ഒരു പീരീഡ് പ്രഗ്നൻസി മാത്രമാണ്. ആ സമയത്ത് കുഞ്ഞുള്ളിലാണല്ലോ, അവിടെ നമ്മളല്ല കെയർ ചെയ്യുന്നത്, മാക്സിമം ആ കുഞ്ഞിനെയാണ് കെയർ ചെയ്യുന്നത്. ഇനി അതും കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഡെലിവറി ആയി. അപ്പൊ എല്ലാരും അപ്പോഴും കുട്ടീനെ എല്ലാരും ക്യാരി ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് പോകും. ആ സമയത്ത് ആരും നമ്മളുടെ ഇമോഷൻസോ നമ്മളുടെ ഫിസിക്കൽ സ്ട്രെയിനോ ഒന്നും അന്വേഷിക്കൂല. അവിടെ ഒരു ഭാഗത്ത് ഒതുങ്ങി കൂടി കിടക്കണം. സി, പ്രസവിച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങള് ആകാശം കാണാൻ പാടില്ല, സൂര്യനെ കാണാൻ പാടില്ല. ഒരു ചെറിയ കോൺസെപ്റ്റ് ആണ്. സൂര്യൻ നമ്മളെ കയറി പ്രേമിക്കും തോന്നുന്നുണ്ട്. അപ്പൊ നമ്മൾ അവിടെ അതിന്റെ ഉള്ളിൽ ഇരിക്കണം, ഒരു റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, നല്ല തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച്. ഇതൊന്നും ആയുർവേദം അല്ല കേട്ടാ. ഈ പറഞ്ഞ രീതി ഒന്നും ആയുർവേദത്തിന്റെ രീതി അല്ല എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറയണത്. എന്നിട്ട് നമ്മൾ ഈ പറയുന്ന ഒരു റൂമിന്റെ ഉള്ളിലൊക്കെ ആയി ഓൾറെഡി സഡൻ ആയിട്ട് പ്രഗ്നൻസിയിൽ ഇങ്ങനെ നല്ല ഹോർമോൺസ് ഒക്കെ ഉണ്ടായിരുന്ന ഒറ്റയടിക്ക് പോയി, ഉറക്കമില്ല ഒന്നുമില്ല, കോർട്ടിസോൾ വീണ്ടും കൂടുന്നു, സ്ട്രെസ് കൂടുതലാവുന്നു, പാല് കുറയുന്നു. അപ്പൊ നാട്ടുകാർ വീട്ടുകാരൊക്കെ വരുന്നു, എന്നിട്ട് പാലില്ല, ആകെ പ്രശ്നം. എല്ലാവരുടെ ചില ആൾക്കാർ പിഴിഞ്ഞു നോക്കും, ഇങ്ങനത്തെ കുറെ ഇഷ്യൂസ്. ഇതെല്ലാം കൂടെ സഫർ ചെയ്ത് നമ്മളുടെ ഈ പോസ്റ്റ്മോർട്ടം മദർ നല്ലൊരു ഡിപ്രഷനിലേക്കാണ് പോകും. ഇത് കഴിയുമ്പോഴത്തേക്കും വെയിറ്റ് ഗെയിനും വരും, വീണ്ടും ഹോർമോൺ ഇംബാലൻസ്. അത് കഴിഞ്ഞ് ഫാസ്റ്റ് ആയിട്ട് ഏജിങ് വരും. അപ്പൊ ഒരു തേർട്ടീസിൽ നിൽക്കുന്ന ഒരു മദർ മിക്കവാറും ഫിഫ്റ്റീസിലേക്ക് എത്തുന്ന ഒരാളുടെ പോലെ ബിഹേവ് ചെയ്യും. അതിന്റെ അടുത്ത ഇഷ്യൂസ് അവർ വരുന്നത് ഫൈബ്രോയിഡ്, അഡിനോ മൈസിസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവർക്ക് വരും. ഇനി അതും കഴിഞ്ഞ് ഫിഫ്റ്റീസിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു വർക്കൗട്ട് ഇല്ല, ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞ് ഏജിങ് ആയി. മേ ബി ഹസ്ബൻഡ് എന്നും റെഗുലർ ആയിട്ട് ജിമ്മിൽ പോകുന്ന ആൾക്കാരായിരിക്കും. നമ്മൾ ഫിഫ്റ്റിയിലുള്ള ഒരാളെ സത്യത്തിൽ ചിലപ്പോൾ ഒപ്പിയിൽ തേർട്ടീസിലൊക്കെ ആൾക്കാർ വരുമ്പോൾ വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഏജ് ചോദിക്കുമ്പോൾ ടെൻഷൻ, പഠിച്ചത് എന്നെക്കാട്ടും താഴെ വയസ്സുള്ള ആൾക്കാരാണ്, പക്ഷെ സീംസ് ലൈക്ക് ഫോർട്ടീസ്. അതായത് ഒട്ടും അവർക്ക് വേറെ ലോകമൊന്നും ഇല്ല. അപ്പൊ നമ്മൾ സ്ത്രീകൾ എപ്പോഴും എന്താണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്? നമ്മളുടെ ഫാമിലിനെയും നമ്മളെ മക്കളിനെയും നമ്മളെ പാരന്റ്സിനെയും ഇതൊക്കെ നമുക്ക് വേണം. പക്ഷെ വി നീഡ് എ ബാലൻസ്. നമ്മൾ ഫസ്റ്റ് നമ്മളെ പ്ലേസ് ചെയ്യണം. നമ്മളുടെ ലൈഫിൽ നമ്മൾ കുറച്ചൊരു ഹെൽത്തി ഹാബിറ്റ്സ് കൊണ്ടുവരണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമ്മളെ ആരോഗ്യം, ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ചുമര് നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ചിത്രം വരയ്ക്കാനൊക്കെ ആയിട്ട് എന്ത് ചെയ്യണം? ഒരുക്കി വെക്കണം.
ആ ഒരുക്കി വെക്കല് നമ്മൾ എവിടുന്ന് തുടങ്ങണം? നമുക്കിപ്പോ തുടങ്ങാൻ പറ്റാൻ നമ്മളിൽ നിന്ന് നമ്മുടെ മക്കളിൽ നിന്നാണ്. നമുക്ക് പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന്, അല്ലെങ്കിൽ നമുക്ക് സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് അവരെ കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം. ഇനി ഏജിങ്ങിക്ക് വരുമ്പോ ലാസ്റ്റ് എത്തുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഓയിലൊക്കെ എടുത്ത് വയസ്സായില്ലേ ഇനിയിപ്പോ തൈലൊക്കെ തേച്ചങ്ങനെ ഇരിക്കാന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ നീ ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ട് അപ്പൊ അതിക്ക് പോകും. ഇതൊക്കെയാണ് നമ്മളൊരു ലൈഫ്. അപ്പൊ ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ആയുർവേദം പറയുന്നത് എന്താ വെച്ചാല്, ഫസ്റ്റ് നമ്മുടെ ലൈഫ് നമ്മൾ സ്ലോ ഡൗൺ ചെയ്യാന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മളിപ്പോ നല്ല ഫാസ്റ്റ് അറിയില്ലല്ലേ, രാവിലെ എണീക്കുമ്പോഴത്തേനും രാത്രിയായി, ഒന്നിനും സമയമില്ല. എല്ലാവർക്കും 24 മണിക്കൂറുണ്ട്, പക്ഷെ നമുക്ക് ഒന്നിനും സമയമില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? മോർണിംഗ് നമ്മൾ എണീക്കുമ്പോ തന്നെ ഒന്ന് സെൽഫ് അനലൈസ് ചെയ്യാം, നമ്മളെ ഹെൽത്തിനെ പറ്റി. അറ്റ്ലീസ്റ്റ് മോർണിംഗ് പറ്റാത്ത ആൾക്കാർ നൈറ്റെങ്കിലും ചെയ്യും. നമ്മള് കിടക്കുന്ന സമയത്ത് നമ്മള് ഇന്നത്തെ ദിവസം മൊത്തം ഒന്ന് അനലൈസ്. എനിക്ക് തോന്നുന്നു അതൊക്കെ കുറച്ച് സഖികൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവുന്നത്. നിങ്ങൾ ഇങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ഇടയ്ക്ക് കവർ ചെയ്ത് പോകുന്നോണ്ട് ഒരു അഫർമേഷനും അതുപോലെ ഈ പറയുന്ന പോലെ ഒരു സെൽഫ് അനാലിസിസ് ഒക്കെ നിങ്ങൾ ചെയ്യണ്ടാവും. അത് നിങ്ങൾ ചെയ്യണം. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഒരു 5 മിനിറ്റ്സ് ബ്രീത്ത് എക്സസൈസ് പ്രാണായാമം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ബ്രീത്ത് എക്സസൈസ് പേരിട്ടില്ലെങ്കിലും. ഇല്ല, ഞങ്ങളിത് പഠിക്കുന്ന സമയത്ത് പേഴ്സണൽ ഡെവലപ്മെന്റും മറ്റേ സൈക്കോളജി ഓഫ് ഹെൽത്തും ഡോക്ടർ ജിൽഷ മാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഭയങ്കര ഡെയിലി ചെയ്യില്ല, പക്ഷെ എന്നാലും എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ളൊരു ഹെവി ആയിട്ട് എന്തെങ്കിലും സ്ട്രെസ്സോ ഒരു കനം തോന്നി ചെയ്യാറുണ്ട് കേട്ടോ. അത് ഞങ്ങളെ ജിൽഷ മറ്റേ ബ്രീത്ത് എക്സസൈസ് ബോക്സ് ടൈപ്പ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ ഡോക്ടർ? ബോക്സ് ടൈപ്പ് ബ്രീത്തിങ് ഭ്രമരിയാണ് നല്ലോണം പറഞ്ഞത്. അത് ഇതില് പ്രാണായാമയില്. അതല്ലാതെ നിങ്ങൾക്ക് ഇപ്പൊ നമുക്ക് നല്ല സ്ട്രെസ് വരാണ്, ഉറക്കം കുറയാ, അങ്ങനെ എന്തെങ്കിലും ബോക്സ് ടൈപ്പ് ബ്രീത്തിങ് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഏത് മറ്റേ ഇതായിരുന്നോ 4-6-8 മരത്തായിരുന്നോ? 4-4-4-4 ബോക്സ്. ശില്പ മാം പറഞ്ഞിട്ടുണ്ട്. ഇതില് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ള സഖിയിലുള്ള കുറച്ച് മെമ്പേഴ്സ് ഹാപ്പിനെസ് ലൈഫ് കോച്ചിങ്ങിലുള്ളവരാണ്. എല്ലാ മെമ്പേഴ്സും അല്ല, കുറച്ച് പേര്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ അവർക്ക് കുറച്ചും കൂടെ അവിടെ ഇവിടെ അറിയാം. അപ്പൊ നമുക്കൊരു ഇപ്പൊ നമുക്ക് എങ്ങനെ ആയുർവേദത്തിന് ഇമ്പാർട്ട് ചെയ്യാൻ പറ്റുക നമ്മളെ ലൈഫിൽ? എന്തെങ്കിലും ഗസ്റ്റ് ഉണ്ടോ? ആയുർവേദം പറയുന്നത് ബ്രാഹ്മമുഹൂർത്തത്തിൽ എണീക്കാനാണ്. അതൊന്നും ഇപ്പൊ നടപടിയാവില്ല, എന്നാലും നമുക്ക് അത് 3 AM ആ പറയണേ. എന്നാലും നമ്മള് രാവിലെ നേരത്തെ എണീക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് പറയുന്നത് നമ്മള് മോഷനൊക്കെ പാസ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ഇതില് മോഷൻ കറക്റ്റ് അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഉണ്ടോ? ഇനി മോഷൻ പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യം, പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഏത് ആയുർവേദ ഡോക്ടറെ പോലും ആദ്യം ചോദിക്കുക മോഷൻ ശോധന ഇല്ലേന്നാ ചോദിക്കാം. പേഷ്യന്റ് അവിടെ ചിരിക്കും, ചില പേഷ്യന്റ് ദേഷ്യം വരും. എന്ത് കേടായി ഡോക്ടർക്ക്, എന്തിനാണ് ഇത് ചോദിക്കണേ? എനിക്ക് തലവേദന അല്ലേ, അല്ലെങ്കിൽ എനിക്ക് മറ്റേ വേദന, എന്തിനാണ് ഇവരിത് ചോദിക്കണേന്നാണ് വിചാരിക്കാം. സത്യത്തിൽ മോഷൻ കറക്റ്റ് അല്ലെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് നമുക്ക് വരും. നമ്മളെ ഡൈജഷൻ അനലൈസ് ചെയ്യാനുള്ള ടൂളാണ് ബവൽ എന്ന് പറയുന്നത്. ഞാനൊക്കെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കും, മോഷൻ പോയി കഴിഞ്ഞാൽ പൊന്തിക്കെടുക്കോ, താന്നെടുക്കോ, കൺസിസ്റ്റൻസി എങ്ങനെയാണ്, ഫോംഡ് ആണോ, ഫോംഡ് അല്ലേ? ഇതൊക്കെ കേൾക്കുമ്പോൾ പേഷ്യന്റ് ജീവിതത്തിൽ നോക്കിയിട്ടുണ്ടാവില്ല. നമ്മൾ നോക്കണം. നമ്മൾ കെയർ ചെയ്യാൻ പോവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ മോഷൻ, നമ്മളെ യൂറിൻ, ഇതൊക്കെ നമ്മൾ നോക്കണം. വേറെ ഡിസ്ചാർജ് ഉണ്ടോ, കളർ ചേഞ്ച് ഉണ്ടോ, ഫോം ഉണ്ടോ, ഫ്രോത്ത് ഉണ്ടോ, അതൊക്കെ നമ്മൾ നോക്കണം. വേറെ ആരെ നോക്കുക? വേറെ ആരും നോക്കൂല, നമ്മൾ തന്നെ നോക്കണം. അപ്പൊ രാവിലെ മോഷൻ പാസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് നമ്മളെ മെറ്റബോളിസം ഇഷ്യൂ ഉണ്ട്, നമ്മളെ ഡൈജഷൻ ഇഷ്യൂ ഉണ്ട് എന്നാണ്. അപ്പൊ മോഷൻ ഒന്ന് ഫാസ്റ്റ് ആക്കാൻ വേണ്ടി നമുക്ക് എന്താ മോർണിംഗ് ചെയ്യാൻ പറ്റുക? ഇച്ചിരി ഹോട്ട് വാട്ടർ കുടിക്കാം, അല്ലെങ്കിൽ ഡിറ്റോക്സ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഡ്രിങ്ക്സ് കുടിക്കാം. റെഗുലർ ആയിട്ട് എന്തെങ്കിലും ഡ്രിങ്ക്സ് കുടിക്കുന്ന ആൾക്കാരുണ്ടാവും ഇവിടെ. ലൈക്ക് ഉലുവ ബോയിൽ ചെയ്ത് കഴിക്കുന്നവരുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഈ രാവിലെ എന്തെങ്കിലും മെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യണം, മെഡിക്കേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആയുർവേദിക് സാധനങ്ങൾ, ഉലുവ നമുക്ക് സേഫ് ആയിട്ട് കഴിക്കാൻ പറ്റിയ സാധനം തന്നെയാണ്. പക്ഷെ അത് ഈ പറയുന്ന പോലെ വളരെ സ്ലിം ആയിട്ടുള്ള ആൾക്കാർ എടുക്കാണ്ടിരിക്കുകയാണ് സേഫ്. നല്ല സ്ലിം പ്ലസ് കൊളസ്ട്രോൾ. അപ്പൊ വിചാരിക്കും ഉലുവ കഴിച്ചു കഴിഞ്ഞാൽ എന്റെ കൊളസ്ട്രോൾ കുറയും. ആ കൊളസ്ട്രോൾ ഇൻഡിക്കേറ്റ്സ് നിങ്ങൾ ആക്റ്റീവ് അല്ല. കൈൻഡ്ലി പ്ലീസ് ആക്റ്റീവ്.
അങ്ങനെ നമ്മളൊരു മോഡിക്ക് പോകണം, നടക്കണം, ഓടണം, ചാടണം, കാർഡിയോ ചെയ്യണം എന്നാണ് ആ കൊളസ്ട്രോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു കണ്ടീഷൻ വൈസ് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഒരിക്കലും എന്ത് ചെയ്യരുത്, യൂട്യൂബിൽ കാണും മറ്റേ ഈ പറയണ പോലെ ആയുർവേദത്തിലൊരു പിൽ ഫോർ ആൻഡ് ഇൽ എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഈ അസുഖത്തിന് ഈ മരുന്ന് അങ്ങനെ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും കോമ്പിനേഷൻസ് ആണ്. അപ്പൊ അത് നമ്മൾ ഈ ഡെയിലി എടുക്കുമ്പോൾ ചിലർ ചെറുനാരങ്ങ നീര് രാവിലെ വെള്ളത്തിൽ ഒഴിച്ച് കഴിക്കും, ഹണി വെള്ളത്തിൽ ആക്കി കഴിക്കും, ചൂടുവെള്ളത്തിൽ. ഇതൊക്കെ കഴിക്കാൻ ഇതൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. പക്ഷെ നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ട് ഒരു മോർണിംഗ് ഡിറ്റോക്സ് നിങ്ങൾ പ്ലാൻ ചെയ്യുക. അത് ഹോട്ടായിട്ട് പ്ലാൻ ചെയ്യുക. ഒരിക്കലും ഗാർലിക് ഒന്നും രാവിലെ വെറും വയറ്റിൽ കഴിക്കരുത്. പെട്ടെന്ന് വരുന്ന സാധനങ്ങൾ പറയട്ടോ. കാരണം 10 ആളാണെങ്കിൽ 10 ആളെങ്കിലും ചെയ്യാണ്ടിരിക്കട്ടെ വിചാരിച്ചിട്ടാ. കാരണം അസിഡിറ്റി, ഹൈപ്പർ അസിഡിറ്റിക് ആയിട്ടുള്ള ആൾക്കാര്, പിന്നെ അൾസേഴ്സ് ഉള്ള ആൾക്കാര്, അവർക്കൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ അല്ല കുറയുക, നമ്മള് സ്റ്റൊമക്കിന്റെ ലൈനാണ് തിന്നായിട്ട് വരിക. ഗ്രാജുവലി വീണ്ടും ഹൈപ്പർ അസിഡിക് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ അൾസറും കാര്യങ്ങളൊക്കെ കൂടും. അപ്പൊ മോർണിംഗ് ഡിറ്റോക്സ് ആയുർവേദം പറയുന്നത് നോർമൽ വെള്ളം കുടിക്കാനാണ്. ഒരു ഇച്ചിരി എടുത്തു വെച്ച വെള്ളം, ബോയിൽഡ് ആയിട്ട് ആറിയ വെള്ളമാണെങ്കിലും കുഴപ്പമില്ല. ഒരു ഹോട്ട് വാട്ടർ ആണെങ്കിൽ നമുക്ക് പറ്റുന്ന ചൂടിൽ ഒരു ചുക്ക് കാപ്പിയോ അങ്ങനെ എന്തെങ്കിലും മോർണിംഗ് നീച്ച വശം നമുക്ക് വേണ്ടി നമ്മൾ കുടിക്കുക. അപ്പൊ നിങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യണ്ടേ? നിങ്ങൾക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ബെസ്റ്റ് ഡ്രഗ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയത് എന്താ വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു 10 days ഒരു മന്ത് എടുക്കുക. അത് കഴിഞ്ഞ് നോർമൽ പ്ലെയിൻ ഹോട്ട് വാട്ടർ കുടിക്കുക. അങ്ങനെ ഒരു പ്ലാൻ ലൈഫ് സ്റ്റൈലിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. മോർണിംഗ് ഡിറ്റോക്സ് ഡ്രിങ്ക് ആയിട്ട്. ഇൻവെറ്റീവ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എടുത്തു വെച്ചാൽ മതി, ലാസ്റ്റ് ചോദിച്ചാൽ മതി. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റിയത് ബ്രഷിങ് കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ ബ്രഷ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വായുടെ ഓറൽ ഹെൽത്തിൽ കുറച്ചും കൂടി ഏജിങ് ആകുമ്പോൾ നമുക്ക് വരുന്ന പ്രശ്നം എന്താ, പല്ല് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വരും. അപ്പൊ അവിടെ നമുക്ക് ന്യൂറോ സപ്പോർട്ടായിട്ട് കുറച്ചും കൂടി സെൻസിറ്റിവിറ്റി ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ടും ടീത്ത് ഒക്കെ ദൃഢമാവാൻ വേണ്ടിയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുക നല്ലെണ്ണ ഇല്ലേ, നല്ലെണ്ണ കുറച്ച് ചുടുവെള്ളത്തിൽ ഒഴിച്ചിട്ട് ഗാർഗിൾ ചെയ്യുന്നത് സ്ഥിരമായിട്ട് മോർണിംഗ് ആൻഡ് നൈറ്റ് ചെയ്യുന്നത് നമ്മൾ റൊട്ടീനിക്ക് കൊണ്ടുവരുന്നത് നല്ലതാണ്. പിന്നെ എന്താ വെച്ചാൽ ബിസി സ്കെഡ്യൂളിൽ നമുക്ക് ഇതൊന്നും നടക്കൂല. അപ്പൊ അറ്റ്ലീസ്റ്റ് വീക്ക്ലി വൺസ് ഒരു ഡേ സ്ലോ ഡൗൺ ചെയ്ത് നമ്മളെ കാര്യത്തിന് അത്രയെങ്കിലും മാറ്റി വെക്കുമ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. മോർണിംഗ് ഓയിൽ പുള്ളിങ് ചെയ്യുക, ഒരു നല്ല ഹോട്ട് വാട്ടർ ഒക്കെ കുടിച്ചൊരു 10 minutes ഇരുന്നിട്ട് ഇന്നത്തെ ഡേ പ്ലാൻ ചെയ്യുക. എന്നിട്ട് ബ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് പ്ലാനിങ് ഒക്കെ ബ്രഷ് ചെയ്യുമ്പോൾ നടക്കും. അത് കഴിഞ്ഞ് ഒരു ഓയിൽ പുള്ളിങ് ഒക്കെ ചെയ്യുക, വാഷ്റൂമിൽ പോവുക. പിന്നെ കുളിക്കുന്ന സമയം പേഴ്സൺ ടു പേഴ്സൺ വ്യത്യാസമുണ്ട്. നീർക്കെട്ടുള്ള ആരെങ്കിലും ഉണ്ട് അതിൽ ഭയങ്കര ഇൻഫ്ലമേഷൻ, കഴുത്ത് വേദന, തോള് വേദന, എന്നും തോള് വേദന, ചെവി വേദന, തൊണ്ടവേദന, തുമ്മൽ, അങ്ങനത്തെ ടീംസ് ആരെങ്കിലും ഉണ്ടോ? ഇമ്മ്യൂണിറ്റി കുറച്ച് കുറവും ഹൈപ്പർ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ അലർജിക് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇതിലെല്ലാരും നല്ല ഹെൽത്തിയാണ്. ആണോ? എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുന്നു വിചാരിച്ചിട്ടാ തോന്നുന്നുണ്ട്. ഉണ്ടെന്ന് കരുതിയിട്ട് സജഷൻ തന്നോട്ടെ എന്ന് കരുതിയിട്ട് അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത് കുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ മോർണിംഗ് ഒരു 9 to 10 ഉള്ളിൽ, അല്ലെങ്കിൽ ഈവനിങ് ഒരു 3 to 6 ഇടയിൽ. പക്ഷെ നമ്മളെല്ലാരും എപ്പോഴാ കുളിക്കുക? വീട്ടിലുള്ള ആൾക്കാര് കറക്റ്റ് 12 മണിക്കൊക്കെ പോയി കുളിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ ഒരു കൾച്ചർ അനുസരിച്ച് മോഹരും അസരും ഒരുമിച്ച് സ്കീമുണ്ട്. ആ സ്കീമിലാണെങ്കിലും മിക്കവാറും കുളി ഒരു 2:30, 3 ആ ടൈമിൽ കുളിച്ചിട്ട് ഫുഡ് സ്കിപ്പ് ചെയ്ത് അങ്ങനെയല്ല നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. അധികം ആൾക്കാരും കറക്റ്റ് ടൈമിന് ഡെയിലി കുളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. സൗദ സജിദ് കറക്റ്റ് സമയത്തിനാ വിളിക്കാം. ഏത് സമയത്താ കുളിക്കാറ്? ഡെയിലി 9 മണിക്ക്. 9 മണിക്ക്. എങ്ങനെ തല കുളിക്കോ? കുളിയുടെ കാര്യം എപ്പോഴും കഴിയും, അതുകൊണ്ടാ. തലയാണോ ദേഹാണോ ആദ്യം കുളിക്കാറ്? ദേഹം കുളിച്ചിട്ട് തല കുളിക്കും. ദേഹം കുളിച്ചിട്ട് തല കുളിക്കും. ഓക്കെ. ഈ പറഞ്ഞ ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളൊന്നും അല്ല, അലർജിക് ആയിട്ടുള്ള ആളൊന്നും അല്ല. അല്ല. ഓക്കെ. വർക്കിംഗ് ആണോ? എന്താ പ്രൊഫഷൻ? മെന്ററായിട്ട് വർക്ക് ചെയ്യുന്നു. എവിടെയാ വർക്ക് ചെയ്യണേ? ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ? ട്രാവലിംഗ് ഉണ്ടോ? ഓൺലൈൻ. ട്രാവലിംഗ് ഇല്ല. കുളി കഴിഞ്ഞ് എത്ര ടൈം കഴിഞ്ഞിട്ടാണ് നിങ്ങള് സെഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം? ഒരു 3/4 മണിക്കൂർ സമയം, 45 മിനിറ്റ്. 3/4 മണിക്കൂർ സമയം. ഓക്കെ.
ഉം. എത്ര ടൈം കഴിഞ്ഞിട്ട് ഈ സ്കാർഫ് ഇടുക? 45 മിനിറ്റ് അങ്ങോട്ട് ആ കയറും. തുടങ്ങുന്ന ടൈമിക്ക്. ഓക്കെ. ഇനി ഈ തല എങ്ങനെ കുളിക്കാറ്? ലൈക്ക് താഴോട്ട് ഇട്ടിട്ടാണോ, നേരെ തലയ്ക്ക് വെള്ളം ഒഴിക്കാണോ, എന്ത് മോഡിലാ കുളിക്കുക? ഷവറിലാണോ, എങ്ങനെ കുളിക്കുക? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എല്ലാ ദിവസവും ഒരേ പാറ്റേണിലല്ല ഒളി ഉണ്ടാവും. ചിലപ്പോൾ താഴോട്ട് ഇട്ടിട്ടായിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ കോരി വയ്ക്കും. സമയത്തിനനുസരിച്ച് ഒരു സമയം ഇല്ലെങ്കിൽ നേരെ തലയിൽ കൂടെ ഒഴിച്ച് കുളിക്കും അല്ലേ? കോരി ഒഴിച്ചിട്ട് കോരി ഒഴിക്കലാണ് കൂടുതലും. എല്ലാം കോരിയിട്ട് ഉം. ഒഴിക്കലാണ്. എന്നിട്ടേ ഷവർ ഉം. തുറക്കും. ഉം. എത്ര ഏജ് ഉണ്ട്? 33, 33. ഓക്കെ. അപ്പൊ നമ്മളൊരു 30s ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു 36 വരെയൊക്കെ ചിലപ്പോ ഈ തലയിൽ കൂടെ നേരെ ഒഴിക്കുന്ന കുളിയൊക്കെ നമ്മൾ വല്ലാണ്ട് ബാധിക്കാണ്ട് പോകും, വേറെ നേരിട്ട് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ. നമുക്ക് ഏജിങ് സ്റ്റാർട്ട് ചെയ്യും. ഏജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 ഒന്നും ഏജ് അല്ല കേട്ടോ. പക്ഷെ നമ്മൾ ആ ഒരു സമയത്തേക്ക് പോകുമ്പോഴത്തേനും നമ്മളുടെ ഇവിടെയുള്ള മസിൽസിന്റെ ഇന്റഗ്രിറ്റി ഒക്കെ ഒന്ന് കുറയും. ആ സമയത്ത് എന്താ സംഭവിക്കുക വെച്ചാൽ ഈ നേരുള്ള ഒഴിക്കലില്ലേ, നേരുള്ള ഒഴിക്കല് നമ്മൾ ആദ്യം ചെയ്താലും അവസാനം ചെയ്താലും നീരിറങ്ങാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് എപ്പോഴും സേഫ് ആയിട്ട് കുളിക്കണമെങ്കിൽ തല ആദ്യം കുളിക്കുക. തല നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക, തല വാഷ് ചെയ്യുക. അത് കഴിഞ്ഞ് നന്നായി തൂർത്തിയിട്ട് മാത്രം ദേഹം കുളിക്കുക. ചില ആൾക്കാർക്ക് സംഭവിക്കാറുണ്ട്, ബോഡി ഹീറ്റ് നല്ല ഉള്ള ആൾക്കാര് ബോഡി കുളിക്കുമ്പോഴത്തേനും ഇത് മൊത്തം തലയ്ക്കാ പോകും. അവർക്ക് ഹെയർ ഫോൾ കൂടുതലും നീരിറങ്ങുന്ന പ്രശ്നങ്ങളും നമ്മൾ ഒബ്സർവ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ക്രോണിക് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ഒരു ദിവസത്തെ കാര്യം എന്നല്ല കേട്ടോ പറയണേ, ഡെയിലി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ. അപ്പൊ നമ്മള് മക്കളെ കുളിപ്പിക്കുമ്പോഴൊക്കെ തല താഴത്തേക്ക് ആക്കിയിട്ടാണ് ചെറുപ്പത്തിലൊക്കെ കുളിപ്പിക്കുക. പിന്നെ വലുതാവുമ്പോ നമ്മൾ എളുപ്പത്തിന് നമ്മൾ നേരെ ഒഴിച്ചു കൊടുക്കും. പക്ഷെ തല ഒന്ന് താഴ്ത്തണത് എന്താ വെച്ചാൽ ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് രാസനാഥ് പോലെ തന്നെ നമ്മൾ നീരിറങ്ങുന്ന ഏറ്റവും നല്ല പോയിന്റ് അതാ. വെള്ളാണെങ്കിലും നീരാണെങ്കിലും ഒരേപോലെ തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു പോസ്റ്റുറിൽ തല കഴുകുകയാണെങ്കിൽ തല തൂർത്തിയിട്ടാണ്. പക്ഷെ അധികം ആൾക്കാരെ ഞാൻ ചോദിക്കുമ്പോ പറയും തല ആദ്യം കഴുകും, പക്ഷെ വെറുതെ ഇങ്ങനെ കെട്ടി വെക്കും, എന്നിട്ട് ദേഹം കുളിക്കും. അത്രയും വെള്ളം ഇവിടെ കെട്ടി വെക്കണതിനെക്കാട്ടിയും ബെറ്റർ അത് ടവൽ ചെയ്ത് പിന്നെ ദേഹം കഴുകുന്നതാണ്. അതുപോലെ നീരിറക്കം ഉണ്ടെങ്കിൽ കുളിച്ച ആ സ്പോട്ടിൽ തന്നെ തല കഴുകി ഉടനെ തന്നെ ഒരു 4 ഫിംഗേഴ്സ് വെച്ചിട്ട് രാസനാദിപ്പൊടി തിരുമ്മി കൊടുക്കുക. നമ്മൾ ഷാമ്പൂ സോപ്പൊക്കെ ബാത്റൂമിൽ വെക്കണ പോലെ രാസനാദിപ്പൊടി അവിടെ ഇരുന്നോട്ടെ, നമുക്ക് ബുദ്ധിമുട്ടൊന്നും വരില്ലല്ലോ. അപ്പൊ അതിനെ അവിടെ വെച്ചെടുക്കുക. അതായത് നമ്മൾ പ്രാക്ടീസിക്ക് അതിനെ ഇൻകോപ്പറേറ്റ് ചെയ്യാം. ഉം. കുളിയുടെ സമയം, കുളിയുടെ രീതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എന്തെങ്കിലും വെച്ചാൽ നമ്മളെ പ്രാക്ടീസിൽ ഇങ്ങനെ കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചോട്ടാ. അപ്പൊ ഒന്നുമില്ല. ഇങ്ങനെ കുളിക്കണ ആരെങ്കിലും ഉണ്ടോ? ഇതേപോലെ കുളിക്കുന്ന നല്ല കുട്ടികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ആരും ഇല്ലട്ടോ, കുളിക്കാറേ ഇല്ല തോന്നുന്നുണ്ട്. ചില മുഖങ്ങളില്ല. എന്തിപ്പോ നമ്മൾ പറയാ. അപ്പൊ കുളിക്കുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് നല്ലതാണ്. കുറച്ച് ഏജ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യും. റാസാദി ഒരു എമർജൻസി മെഡിസിൻ ആട്ടോ, ഹെഡ് ഏക്ക് അങ്ങനത്തെ കാര്യങ്ങൾക്ക്. പിന്നെ കുട്ടികൾക്ക് ഈ ടോൺസിലിന്റെ അഡ്നോയിന്റെ ഒക്കെ പ്രശ്നമൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഇച്ചിരി ചെറുനാരങ്ങ നീരൊക്കെ കുറുക്കിയിട്ട് തലവേദന ആണെങ്കിൽ ഇങ്ങനെ പരത്തി കൊടുക്കാം. ഇനി നമ്മൾ ഈ ചെവിയുടെ ബാക്കിലെ ഈ സൈഡിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതേപോലെ ഇവിടെ ഭസ്മൊക്കെ ഇടില്ലേ, അതുപോലെ ഇട്ട് കൊടുത്താലൊക്കെ പെട്ടെന്ന് ആ നീര് പിടിക്കും. അങ്ങനെ ബുദ്ധിമുട്ട് വരില്ല. പിന്നെ പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പെയിൻ ഉണ്ടെങ്കിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ പെയിൻ കുറയും. എല്ലാ സ്ഥലത്തും ഇത് സക്സസ് ആവണമെന്നില്ല. ഇതൊരു എമർജൻസി മെഡിസിൻ ആയിട്ട് ആ ഡോക്ടറെ അടുത്ത് പോകുന്ന വരെ, അല്ലെങ്കിൽ നമുക്ക് ഒരു 1 to 2 hourന്റെ ഉള്ളിൽ മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം. നല്ലതാണ്. പിന്നെ കുളിക്കുമ്പോ എണ്ണ തേക്കാനാണ് ആയുർവേദം പറയുന്നത്. ഇതിൽ എണ്ണ തേക്കുന്ന എത്ര ആൾക്കാരുണ്ട്? എണ്ണ തേപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? നിങ്ങളൊക്കെ എണ്ണ തേക്കോ തലയില്? ആരെങ്കിലും ഒക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യും. നോട്ട് എവറി ഡേ. തേക്കാറുണ്ട്, എണ്ണ തേക്കലുണ്ട് ഇവിടെ. അവിടെ തേക്കില്ല. ഏത് എണ്ണ തേക്കണേ? അത് ഒരു വൈദ്യര് കാച്ചി തന്ന ഒരെണ്ണ. നിങ്ങൾക്കായിട്ട് കാച്ചി തന്നതാണോ? അതെ, മൈഗ്രെയിൻ ഉണ്ട് നിങ്ങ- പറഞ്ഞു. ഇവിടെ നിങ്ങൾക്കായി മാത്രം കാച്ചി തേക്കാൻ പറ്റുള്ളൂ. ഇത് പോർ ചെയ്യാൻ വേണ്ടിട്ടല്ലേ? ഇനി അതല്ലാണ്ട് സ്വന്തമായിട്ട് എണ്ണ കാച്ചുന്ന ആരൊക്കെ ഉണ്ട് ഇതില്? വൺസ് ഇൻ എ വീക്ക് ഇസ് ഇനഫ് ആക്ച്വലി. ആ, സ്വന്തമായിട്ട് എണ്ണ കാച്ചുന്ന ആരുമില്ല. അല്ല, ഒരാളില്ല. യെസ്,
ആ ആ ആളൊന്ന് അൺമ്യൂട്ട് ചെയ്യോ? ഓടിപ്പോയോ? നമ്മൾ ഈ എണ്ണ ആയുർവേദ ഭയങ്കര പരസ്യല്ലേ എണ്ണക്ക് എപ്പോഴും പരസ്യ എന്തോരം എണ്ണ നമുക്കിന്നെ കൺഫ്യൂഷനാ. എനിക്കെന്നെ ചിലപ്പോ പേഷ്യന്റ് അൺമ്യൂട്ട് എഴുതുമ്പോ ചെയ്തിട്ടുണ്ട് കേട്ടോ അവര്. ആണോ? എന്നാ പറ, എന്തൊക്കെയാ എണ്ണ ചേർക്കണേ? നമുക്ക് വേണമെങ്കിൽ പാറ്റൻസ് എടുക്കാം, പറ. ഞാന് കറ്റാർവാഴയില് ഉലുവ മുളപ്പിച്ചിട്ട് ആ ഉം കരിഞ്ജീരകവും തുളസിയിലയും കരിഞ്ജീരകം കറ്റാർ തുളസിയിലയും വാഴ, തെച്ചിപ്പൂവും ഉലുവ, കരിഞ്ജീരകം, തുളസി, തെച്ചി, മൈ തെച്ചി പിന്നെ പിന്നെ മൈലാഞ്ചിയുടെ ഇല, ഇത്ര സാധനങ്ങൾ. ചെമ്പരത്തിയുടെ മുട്ടും. ഉം ഉം. ഇത് ആരാ ഒന്ന് പറയും, എനിക്ക് സൗണ്ട് നല്ല കേട്ടു പരിചയമുണ്ട്. ആരാന്ന് മനസ്സിലാവില്ല, വിവോ എന്നായതുകൊണ്ട്. ഷബന, ഞാനാണ് ഷഹീന നൗഷാദ്. ആ ഓക്കെ ഓക്കെ ഓക്കെ, യെസ്, താങ്ക് യു. യെസ്, പ്ലീസ് കണ്ടിന്യൂ. ഓക്കെ. അപ്പോ ഇതാണ് സാധനങ്ങൾ വരുന്നത്. ആ സാധനങ്ങളില് കറ്റാർ വാഴ തണുപ്പാ, ബാക്കിയെല്ലാം ഉഷ്ണ. അതായത് ഓരോ മരുന്നിനും ഒരു ക്വാളിറ്റി ഉണ്ട്. സാധാരണ ഇതിപ്പോ വലിയ കുഴപ്പമില്ല, ഇതിൽ കുറച്ച് ഉഷ്ണമുള്ള സാധനം ഉള്ളതുകൊണ്ട് അങ്ങനെ നീരിറങ്ങാനുള്ള സാധ്യത കുറവാണ്. സാധാരണ സംഭവിക്കുന്നതെന്ന് പറയും, മുടി വളരുന്ന സാധനങ്ങൾ നെല്ലിക്ക, കറ്റാർ വാഴ, കഞ്ഞുണ്ണി, ഇതൊക്കെ മുടി വളരണതാ. അപ്പൊ അങ്ങനെ നമുക്ക് മുടി വളരാനുള്ള ആഗ്രഹം അങ്ങോട്ട് മൂത്തിട്ട് നമ്മള് കഴുത്തുവേദനയായിട്ട് പേഷ്യന്റ് വന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ സാധനം കിട്ടിയിട്ട് മൂപ്പര് സ്വന്തമായിട്ട് എണ്ണ വെച്ചിട്ടുണ്ടാവും. അതിൽ ഈ ഉഷ്ണമുള്ള സാധനങ്ങളും ബാലൻസ് ചെയ്യുന്നത് ഉണ്ടാവില്ല. ഇത് അറിഞ്ഞിട്ടോ ബാലൻസ് ആയതാണോ എന്ന് അറിയില്ല. എനിവേ ഒരു ബാലൻസ്ഡ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ എണ്ണകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 10,000-കണക്കിന് എണ്ണകൾ ഉണ്ട് ആയുർവേദത്തില്. നമുക്കാണെങ്കിൽ കണ്ടീഷൻസ് ഒരു 10ഓളം കണ്ടീഷൻസ് ഉള്ളു. മുടി പൊഴിയുക, താരൻ വരിക, അല്ലെങ്കിൽ അടുത്ത അങ്ങനെ വട്ടത്തി മുടി പൊഴിയുന്ന അലോപേഷ്യ പോലത്തെ കണ്ടീഷൻ, പിന്നെ മിക്കവാറും ഹെയർ തിന്നിങ് വരിക, സ്പ്ലിറ്റൻസ് വരിക, ഇതൊക്കെയാണ് നമ്മളെ ഹെയർ ഇഷ്യൂസ്. ഇത്ര ഇഷ്യൂസിന് വെറും വെളിച്ചെണ്ണ തേച്ചാലും എന്ത് സംഭവിക്കും? മാറും. മാറും. മെഡിക്കേറ്റ് ചെയ്യണ എന്തിനാ? അതൊന്നും കൂടെ ഫാസ്റ്റ് ആയിട്ട് ആ ഹീലിംഗ് കൂടെ ഒന്നും കൂടെ അതിനെ നറിഷ്മെന്റ് ഓരോ സാധനങ്ങൾ വഴി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിക്കേറ്റ് ചെയ്യണത്. ആ മെഡിക്കേഷൻസ് ഓരോ ആൾക്കാർക്കും കസ്റ്റമൈസ്ഡ് ആണ് ശരിക്കും ആയുർവേദത്തില്. ഇപ്പോ നമ്മള് ഒരു ഡോക്ടറെ അടുത്ത് പോയി ചെമ്പരത്തിയാതികേര എഴുതുന്നുണ്ടാവും, മാലത്യാതികേര എഴുതുന്നുണ്ടാവും, നീലഭൃങ്ങാതി, കഞ്ഞുണ്ണിയാതി, പിന്നെ ഭൃംഗരാജയുടെ സ്പെഷ്യൽ വരുന്നുണ്ട്. അതേപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കുന്തളകാന്തി കോമൺ ആയിട്ട്. പിന്നെ ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് കേൾക്കുന്നത് പാരച്യൂട്ട്, പിന്നെ ഇന്ദുക, എന്താ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ മാർക്കറ്റിൽ നന്നായിട്ട് കേൾക്കുന്ന സാധനങ്ങൾ കൂടെയാണ്. അപ്പൊ ഒരു പേഷ്യന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ MS, യെസ്, അങ്ങനെ ഒരു ബ്രാഞ്ചുകൾ ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് യൂസ്ഫുൾ ആണോ എന്നുള്ളത് നമ്മൾ എങ്ങനെ നോക്കുക? ഇൻഗ്രീഡിയൻസ് വൈസ് ആണ് നോക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ഓയിൽ ചെയ്യണം. അത് വൺസ് ഇൻ എ വീക്ക് ആണെങ്കിലും കുഴപ്പമില്ല. അത് ചെയ്യണ രീതി, നമ്മളെ ഓയിൽ ഞാൻ തിരക്കിലൊരു 4 തുള്ളി ഒഴിക്കുന്നതിനെക്കാട്ടും ജസ്റ്റ് നമ്മളെ ഫിംഗർ ഒന്ന് ഡിപ്പ് ചെയ്ത് ഭയങ്കര സ്ലോ ആയിട്ടൊന്ന് ഇരുന്ന് ഒരു 5 മിനിറ്റ് മസാജ് ചെയ്തിട്ട് വിളിക്കും. തേക്കാതെ നമ്മൾ തേക്കാത്തതും ഇങ്ങനെ വെറുതെ സ്പീഡിൽ തേക്കുന്നതും ഒരേ എഫക്റ്റാ. പിന്നെ ഒരു ഓയിലും ഇല്ലെങ്കിൽ ഓയിൽ തേക്കാൻ ഒട്ടും പറ്റാത്ത ഒരാളാണെങ്കിലും ജസ്റ്റ് നമ്മളെ കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട്, കാരണം കൂടുതൽ ഓയിൽ പറ്റുന്ന ആളാവണമെന്നില്ല, വെറുതെ ഒന്ന് ഡിപ്പ് ചെയ്ത് നമ്മൾ എല്ലാ പോയിന്റ്സിലേക്ക് എത്തിക്കുന്നത് തന്നെ എന്താണ് നമ്മളെ ബോഡിക്ക് അത്രയും റിലാക്സിങ് കിട്ടുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ല. നമുക്ക് അത്ര ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ ബാലൻസിങ് മൂവ്മെന്റ്സ് ആണ് അല്ലെ, അത് ചെയ്യണം ഇത് ചെയ്യണം ഇത് ചെയ്യണം. അപ്പൊ അതൊന്നും പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഒരു ദിവസം നമ്മളെ ലൈഫ് സ്റ്റൈലിൽ ഇതൊന്ന് ഇൻകോപ്പറേറ്റ് ചെയ്യുക. ഓയില് ഒന്ന് സജഷൻ എടുക്കുക, ഏതെങ്കിലും ഒരു ഡോക്ടറിന്റെ സജഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് പറ്റിയ ഓയിൽ സെലക്ട് ചെയ്യുക. ഇതൊക്കെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചില്ലെങ്കിൽ ഞാൻ കുറെ ഓയിലിന്റെ പേര് പറയും, നിങ്ങൾക്ക് പറ്റാത്ത നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാലൊക്കെ പണി കിട്ടും. അപ്പൊ അത് നിർദ്ദേശപ്രകാരം ഡോക്ടറുടെ എന്നുള്ളത് ഞാൻ എല്ലാത്തിലും ഇങ്ങനെ സ്റ്റാർ ചെയ്ത് പറയും. അത് ആയുർവേദത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാ, ഇല്ലെങ്കിൽ ആ ആയുർവേദം എണ്ണ വെച്ചിട്ട് തലവേദന വന്നെന്നൊക്കെ പറയും. അപ്പൊ ഈ സംഭവം നമ്മൾ പിന്നെ എന്താ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത് എന്താ, സെൽഫ് മസാജ് എന്നുള്ളതാണ്. ഇത് എവിടൊക്കെ ചെയ്യാം? മസാജിങ് ചെയ്യാൻ പറയുന്നത് ഒന്ന് നമ്മൾ ചെവിയുടെ ഈ സൈഡിൽ ഇവിടെ, പിന്നെ നമ്മൾ തലയുടെ ഇതിൽ കുറച്ച്
തുള്ളികളായിട്ട് നമുക്ക് എത്തിച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്യാം. ബാക്കിയുള്ളിടത്ത് നമുക്ക് പറ്റുന്ന രീതിയിൽ വളരെ അമർത്തിയിട്ടൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് മർമ്മ പോയിന്റ്സ് ഒന്നും അറിയില്ലല്ലോ. ജസ്റ്റ് ഇങ്ങനെ റൺ ചെയ്താൽ മതി, ഒന്ന് ഓടിച്ചാൽ മതി സുഖമായിട്ട്. ഒന്നും പറ്റാത്ത ആൾക്കാർ കോമ്പേറ്റെങ്കിലും ഒന്ന് മെല്ലെ ചികി കൊടുക്കാം. പിന്നെ മുടി പൊഴിയണേന് എണ്ണ തേച്ചുകൊണ്ടൊന്നും മുടി പൊഴിച്ചിട്ട് മാറൂല കേട്ടോ. അങ്ങനെ ഒരു പരസ്യം കണ്ടിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ മണ്ടത്തരാണ്. മുടി പൊഴിച്ചൽ എന്ന് പറയുന്നത് ഒരു നമുക്ക് കാണിച്ചിരുന്ന ഒരു സൈനാണ്. ഒരു കൂട്ടം ഓഫ് അസുഖങ്ങൾക്ക് ചെറിയൊരു സൈനായിട്ട് കാണിക്കുന്ന കുഞ്ഞ് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയിൽ വരാം. അതല്ല നിങ്ങൾക്ക് PCOD റിലേറ്റ് ചെയ്തിട്ടുള്ള ഹോർമോൺ കണ്ടീഷൻസിൽ വരാം. മെറ്റബോളിക് ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ അതിൽ വരാം. തൈറോയ്ഡ് ഇഷ്യൂസിൽ വരാം. ഇതൊന്നും അല്ല, സിവിയർ മൈഗ്രെയിൻ ക്രോണിക് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് മുടി പൊഴിയാം. പിന്നെ അതുപോലെ തന്നെ ക്യാൻസർ റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടീഷൻസിൽ, ഇനി ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് എടുത്ത ആൾക്കാർക്ക്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഏതെങ്കിലും മരുന്നിന്റെ പ്രശ്നം കൊണ്ട് ഇങ്ങനൊക്കെ മുടി പൊഴിയാം. ഇത്രയും പ്രശ്നമുള്ള ഒരാൾ പോയിട്ട് എണ്ണ തേച്ചുകൊണ്ടൊന്നും മുടി പൊഴിച്ചിൽ മാറില്ല. മുടി പൊഴിച്ചിലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റൂട്ട് കോസ് കണ്ടെത്തണം. അതിന് ഇന്റേണൽ കൺസിഡർ ചെയ്യണം. എന്നിട്ട് വേണം എക്സ്റ്റേണൽ ചെയ്യാൻ. അല്ലാണ്ട് കുറെ കാശ് മാർക്കറ്റിൽ കൊണ്ടുകൊടുത്തിട്ട് ഒരു ബെനിഫിറ്റും ഇല്ല. പക്ഷെ സെൽഫായിട്ട് മസാജ് ചെയ്യുമ്പോൾ എന്താ ബെനിഫിറ്റ് വെച്ചാല് എണ്ണയുടെ ഗുണം മാത്രമല്ല, നമുക്ക് അവിടെ നമ്മളുടെ നിങ്ങൾ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കേട്ടിട്ടുണ്ടോ? എല്ലാത്തിനെയും ഈ പറയണ നമ്മളെ സ്കിന്നും ഗട്ടും തമ്മിൽ ബന്ധമുണ്ട് എന്ന് കേൾക്കാം. അതേപോലെ നമ്മളെ ഓവറിയൻ ആക്സിസ് എന്ന് പറയും. ഓവറിത്തെ ഹോർമോൺസിനെ ഇവിടുന്ന് കൺട്രോൾ ചെയ്യുന്നത്, തൈറോയിഡിന് എല്ലാ ഹോർമോൺസും സെക്രീറ്റ് ചെയ്യുന്നതിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളെ ബ്രെയിനിന്റെ ഉള്ളിൽ, ഈ തലയുടെ ഉള്ളിൽ പിറ്റ്യൂട്ടറി അവിടെ ഇരിക്കുന്ന സാധനം, താഴെ ഇരിക്കുന്ന പിറ്റ്യൂട്ടറിന്നാണ് ഈ പറഞ്ഞ ആളാണ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഇത് ഭയങ്കര റിലാക്സിങ് ആണെന്നാണ് പറയുന്നത്. നമ്മളിങ്ങനെ മസാജ് ചെയ്യുന്നത്, അതുപോലെ ശിരോധാര ചെയ്യുന്നതൊക്കെ അവിടെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടാണ് തലയിൽ ധാര ചെയ്യുമ്പോൾ നമ്മളെ ബോഡി മൊത്തം റിലാക്സ് ആവുന്നത്. അപ്പൊ ആ സാധനത്തിന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൽഫ് മസാജ് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറയുന്നത്. അത് പിന്നെ ചെവിയിൽ ചെയ്യാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് ന്യൂറോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റിയ സെൻസറി ഏരിയാസ് ആണ് ഇവിടെ, കൈയിന്റെ അടി, കാലിന്റെ അടിയൊക്കെ. അത് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് നല്ലൊരു റിതം കിട്ടും, നല്ല റിലാക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഉറക്കക്കുറവുള്ള ആൾക്കാർക്ക് നമുക്ക് ബെഡ് ടൈമിൽ ജസ്റ്റ് കൈയിന്റെ ഉള്ളിൽ ഇത് ഒക്കെ ചെയ്തു കൊടുക്കാം. പിന്നെ കുഞ്ഞുമക്കൾക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മേത്തൊന്നും എണ്ണ തേക്കാൻ പറ്റാത്ത കുട്ടികളാണെങ്കിലും ഒരു 4 ഡ്രോപ്പ് എടുക്കുക, ചെവിയുടെ ചുറ്റും മസാജ് ചെയ്യുക, ചെവി നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക, കാലിന്റെ അടി, കൈയിന്റെ അടി. അതുപോലെ തന്നെ ലാസ്റ്റ് കുളിപ്പിക്കണ നേരത്തെ ഒന്ന് ജസ്റ്റ് തല. നമ്മൾ പണ്ടേ എണ്ണ തേച്ചിട്ട് കുട്ടീനെ ഒരു 10 മിനിറ്റ് ഒന്നല്ല, 1/4 മണിക്കൂർ വെക്കും, കായം വരട്ടി വെക്കണ പോലെ. അതിന്റെ ആവശ്യമുണ്ടോ? ഇപ്പൊ എല്ലാ റീലിൽ ഇങ്ങനെ ആരോഗ്യക്കാരെ കളിയാക്കിയിട്ട് ഇതൊക്കെ വരുമ്പോ ഞാനൊക്കെ അതിന് ലൈക്ക് അടിക്കും കേട്ടോ. സത്യത്തിൽ അത്ര ആവശ്യമില്ല. എന്തിനാ നമ്മൾ കുട്ടികളെ എണ്ണ വെച്ച് കൊടുക്കണേ? അതിന്റെ ലോജിക്ക് ആർക്കെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ? ആർക്കെങ്കിലും ഗസ്റ്റ് ചെയ്യാൻ പറ്റും? എന്തിനായിരിക്കും നമ്മളിങ്ങനെ എണ്ണ തേക്കുമ്പോ എന്തൊക്കെ ഹെൽപ്പ് ചെയ്യും? ഓയിലിംഗ്, ബേബി ഓയിലിംഗ് എന്തിനാ ഹെൽപ്പ് ചെയ്യണേ? ടോപ്പിക്കിന്റെ അപ്പുറത്താണ്, പക്ഷെ എന്നാലും എന്തെങ്കിലും ഐഡിയ? സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് പാരമ്പര്യമായിട്ട് പിന്നെ അത് നമ്മളൊരു ഭാഗമായിട്ട് കൊണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതില് കുട്ടികളെ പരിചരിക്കുന്നതിന്റെ സ്നേഹത്തിന്റെ ഭാഗമായിട്ടും അവരുടെ കെയറിങ്ങിന്റെ ഭാഗമായിട്ടൊക്കെ ഇങ്ങനെ ഒരു സംഭവം വേണം എന്നുള്ളൊരു, ആഴ്ചയിൽ 2 തവണ അല്ലെങ്കിൽ ചെറിയ പ്രായമാണെങ്കിൽ അതൊരു നിത്യം. 1/2 മണിക്കൂർ 1 മണിക്കൂർ എത്രത്തോളം കിടത്തുന്നു അത്രത്തോളം അത്രയും നല്ലതാണ്. നല്ലത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ന്യൂ ബോൺസിലൊക്കെ ആണെങ്കിൽ 5 മിനിറ്റ്സ് മസാജ് ചെയ്താൽ മതി. ഒരു 1 മിനിറ്റ് കുട്ടീനെ റിലാക്സ് ചെയ്ത് നമുക്ക് കുളിപ്പിക്കാം, അത്രേ ആവശ്യമുള്ളൂ. നമ്മൾ ശരിക്കും മസാജ് ചെയ്യുന്നത് ഒരു ഉമ്മ മസാജ് ചെയ്യണ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഒരു അമ്മ മസാജ് ചെയ്യുക. എന്തുകൊണ്ടാന്ന് വെച്ചാൽ കുട്ടീനായിട്ടുള്ള ബോണ്ടിങ് കൂട്ടാന്, ഈ കുട്ടീന്റെ എല്ലാ ബോഡി പാർട്ടും നമ്മൾ വിസിബിൾ ആവാൻ. ഡെയിലി ഒരാൾ ഓയിൽ ചെയ്യുമ്പോൾ കുട്ടീന്റെ ഓരോ ചേഞ്ചസും, ചില ഉമ്മാരെ വിളിക്കും എന്റെ കുട്ടിയുടെ മേത്ത് ഒരു പൊട്ട്, ഇങ്ങനെ ഒരു കുത്ത് വന്നെന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുന്നവർക്ക് ചിരി വരും അല്ലെങ്കിൽ തമാശ. പക്ഷെ ഹൗ മച്ച് നമ്മൾ ആ കുട്ടീനെ എത്രത്തോളം അമ്മ കെയർ ചെയ്യുന്നതിന്റെ അർത്ഥമാണ് അത്. അത്രയും ഒബ്സർവ് ചെയ്യാൻ, നമ്മളെ മക്കളെ ഒബ്സർവ് ചെയ്യാനുള്ള ഒരു അവസരമാണ് എണ്ണ തേപ്പിക്കലും കുളിപ്പിക്കലും. നമ്മളെ നാട്ടു നടപ്പനുസരിച്ച് കുട്ടീനെ എണ്ണ വെച്ച് വറക്കാൻ വെക്കുമെങ്കിൽ പോലും ഈ ഉമ്മ കൈയോടെ എണ്ണ വെച്ചിട്ടുണ്ടാവില്ല. ഉമ്മാക്ക് കൊടുക്കൂല. കുട്ടീനെ കൊടുക്കോ? ന്യൂ ബോണിനെ എനിക്കറിയോ കുട്ടീനെ നോക്കാന്? വലിയവാക്ക് അറിയൊന്നുമില്ല, പക്ഷെ അവളെക്കാട്ടി നന്നായിട്ട് ഞാൻ നോക്കുന്ന ഒരു വിശ്വാസം, അത്രേ ഉള്ളൂ. വെള്ള വലിയമാരുണ്ടെങ്കിൽ എന്നെ കൊല്ലിപ്പോ.
പക്ഷെ സത്യമാണത്. അപ്പൊ കുട്ടീനെ 5 മിനിറ്റ്സാ. അപ്പൊ കുട്ടികളെ ചെയ്യുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ നമ്മൾ ചെവി ചെയ്യണം, തല ചെയ്യണം, കൈ ചെയ്യണം. അതേപോലെ തന്നെ നമ്മളെയും ട്രീറ്റ് ചെയ്യാം. ഒന്നിനും മേത്ത് മൊത്തം എണ്ണ തേക്കാൻ നേരമില്ലെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് നീ ജോയിന്റ് പെയിന് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജോയിന്റ്സിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്ക്. ഇതൊരു ലൈഫ് സ്റ്റൈൽ ഇൻകോപ്പറേഷൻ ആണ്. അല്ലാണ്ട് നമ്മൾ പൈസ സ്പെൻഡ് ചെയ്ത് ഡോക്ടർ ക്ലിനിക്കിൽ പോയി ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ നമ്മളെ ട്രീറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് അതിനുള്ള ഫെസിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ചെയ്യുക, അത്രേ ഉള്ളൂ. നമുക്ക് വേണ്ടി നമ്മൾ വീട്ടിൽ നിന്ന് ഒന്നും ചെയ്യാനിട്ട് നമ്മള് അയ്യോ എനിക്ക് വയ്യാന്ന് പറയുന്നതിനേക്കാൾ ഏറെ നല്ലത് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പ്രിവെൻഷൻ ഉണ്ടാവും. നമുക്ക് അസുഖം വരാണ്ടിരിക്കാനും ഈ ജോയിന്റ് സ്ട്രെങ്ത് ചെയ്യാനൊക്കെ. കുട്ടികളുടെ കേസിൽ സ്കിൻ ഇംപ്രൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യും. അതേപോലെ യൂസ് ചെയ്യുന്ന ഓയിലിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് ബ്രെയിൻ ഡെവലപ്മെന്റിന് പോലും ഹെൽപ്പ് ചെയ്യും. അത് ഏത് ഓയിൽ എടുക്കണം എന്നുള്ളത് ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ്. അതങ്ങനെ. ഇപ്പം എണ്ണ തേപ്പ് കഴിഞ്ഞു, നമ്മളെ കുളി കഴിഞ്ഞു. എണ്ണ ഏതാണ് മേത്ത് തേക്കണപ്പോ എല്ലാരും പറയുന്ന അൽപ്പമരാതി, ഏലാതി, ഏലാതി, അൽപ്പമരാതി. ഇതാണ് ആൾക്കാരുടെ ഒരു കോമ്പിനേഷൻ സൗന്ദര്യവർദ്ധനത്തിനും മുഖത്ത് തേക്കാനുള്ളത്. ഓയിലി സ്കിൻ ആണെങ്കിൽ ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. നന്നായിട്ട് ആക്നെ ബ്രേക്ക്ഔട്ട്സ് വരും. ഏലാതി സത്യത്തിൽ നല്ല ഇച്ചിങ്ങോട് കൂടിയിട്ടുള്ള സിവിയർ ഡ്രൈ കണ്ടീഷനിൽ പറയുന്ന ഒരു ഓയിലാണ്. എന്നാലും അതിൽ വരുന്ന ഡ്രഗ്സ് ഏലാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉഷ്ണുള്ളതാണ്. അപ്പോ അത് അവിടെ നമുക്ക് പ്രാക്ടിക്കലി അപ്ലിക്കബിൾ ആണോ എന്നുള്ളത് നോക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ. നാൽപ്പാമരാതി പിന്നെയും വലിയ കുഴപ്പമില്ല, പിത്തം ശമിപ്പിക്കണ്ട. അപ്പൊ സ്കിന്നിന് എപ്പോഴും ഇങ്ങനെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരൊക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ആളായ കാരണം വലിയ പ്രശ്നങ്ങളൊന്നും വരുത്താറില്ല. പിന്നെ എപ്പോഴും എന്ത് ചെയ്യുക, ഒരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങള് ഓയിൽ ചെയ്താൽ നിങ്ങളുടെ ബോഡിക്ക് പെയിൻ ഉണ്ടെങ്കിൽ പെയിൻ റിലേറ്റ് ചെയ്തിട്ട് സേഫ് ആയിട്ട് നമുക്ക് വീട്ടിൽ വെക്കാൻ നല്ലത് ബോഡിക്ക് കർപ്പൂരാതി ഓയിലാണ്. ഹെവിയോ അല്ല ലൈറ്റും അല്ല. നിങ്ങൾക്ക് ഒരു അതിന് കർപ്പൂരത്തിന്റെ ഒരു സ്മെല്ലൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ആരോമ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു റിലാക്സിങ് ഫീൽ ഒക്കെ കിട്ടും. അതൊക്കെ തേച്ച് ജസ്റ്റ് നല്ല കല്ലുപ്പൊക്കെ ഇട്ട് ചൂടുവെള്ളത്തിൽ ഒരു ദിവസം അങ്ങോട്ട് കുളിക്കുക. ഓക്കെ, പറയുമ്പോൾ ഒരു സുഖമുണ്ട്. രാവിലെ നീക്കുന്നു, നമ്മളെ കുറച്ച് ബ്രീത്ത് എക്സസൈസ് ഒക്കെ ചെയ്യുന്നു, നമ്മൾ അനലൈസ് ചെയ്യുന്നു, ബ്രഷ് ചെയ്യുന്നു, ഓയിൽ പുള്ളി ചെയ്യുന്നു, എണ്ണ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് ഒരു 5 മിനിറ്റ്സ് മസാജ് ചെയ്ത് നമ്മൾ ജോയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കുറച്ച് ചൂടുവെള്ളത്തിൽ കുളിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു വേറെ ഫീലാണ്. ഒരു 1 അവർ നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വീക്ക്ലി വൺസ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. ഡെയിലി ഇങ്ങനെ ചെയ്യാൻ പറ്റണമെങ്കിൽ അത്രയും നല്ലേ. അറ്റ്ലീസ്റ്റ് ഇത് ഇങ്ങനെ ചെയ്യാം. ഇനി നമ്മൾ എവിടെ മാറ്റം വരുത്തേണ്ടി വരാം? ഇതിന്റെ ഹാബിറ്റ് ഇല്ലല്ലോ. രാത്രി നമ്മൾ പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞു. ഗാർഗിളിംഗ് ഒക്കെ നോർമലി നമുക്ക് ചെയ്യാം. നസ്യം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? നസ്യം മൂക്കിൽ മരുന്നിട്ടിക്കുന്നത്. അത് സൈനസിന്റെ പ്രശ്നം വരാണ്ടിരിക്കാൻ നല്ലതാണ്, മുടിക്ക് നല്ലതാണ്, ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ക്ലിയർ ആവാൻ, അതായത് അപ്പർ നമ്മള് ചെസ്റ്റ് ആൻഡ് അപ്പർ ആയിട്ടുള്ള ഹെഡ്, ഇത്രയും ഭാഗം എപ്പോഴും ക്ലിയർ ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് നസ്യം. അപ്പൊ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡോസ് ഒക്കെ ചോദിച്ച് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു സാധനമാണ്. നിർബന്ധമൊന്നും പറയില്ല, പക്ഷെ അതൊക്കെ നമ്മൾ നിത്യം ചെയ്യേണ്ട കാര്യത്തിൽ വരുന്നതാണ്. ഇനി ഇവിടുന്നൊക്കെ പോയി പിന്നെ നമ്മള് അടുത്ത് ശ്രദ്ധിക്കേണ്ട സെക്ഷൻ വരുന്നത് നമ്മളെ ഫുഡിന്റെ ടൈമിംഗ് ആണ്. ടൈംലി ഫുഡ് കഴിക്കുന്ന ആൾക്കാർ ആർക്കല്ലേ? എന്നും ഒരേ സമയം ഫുഡ് കഴിക്കുന്ന ആൾക്കാർ. തൈറോയിഡുള്ള ആരെങ്കിലും ഉണ്ടോ? ഡയബറ്റിസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? പീരീഡ്സ് റിലേറ്റ് ചെയ്ത് ഹോർമോൺ ഇഷ്യൂസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? നല്ല ഹെൽത്തി ടീമാണ് എന്റെ കൂടെയുള്ള. എനിക്കാണ് അസുഖം തോന്നുന്നുണ്ട്. ആരില്ല, എല്ലാരും നല്ല കുട്ടികളാണ്. എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലല്ലേ നമ്മളിപ്പോ അതിനെ പറ്റി പറയേണ്ടുള്ളൂ. തൈറോയിഡ് ഉള്ള ആരില്ല? ആരില്ല, നല്ല കാര്യാട്ടോ. ഇതില് വർക്ക്ഔട്ട് ജിമ്മ് ചെയ്യണ ആരെങ്കിലും പീരീഡ്സ് റിലേറ്റ് ചെയ്ത ഇഷ്യൂ? നിങ്ങൾക്ക് തൈറോയിഡ് ചെക്ക് ചെയ്യാറുണ്ട്? എല്ലാരും 30s മേലെയുള്ളവരാ? ആയിരിക്കും അല്ലേ, 30s മേലുള്ളവരായിരിക്കും അല്ലേ? ഒരുവിധം 30s മുകളിലുള്ളവരെന്നെ. അപ്പൊ നിങ്ങള് ബ്ലഡ് റൊട്ടീന് ചെയ്യാറുണ്ടോ? ബ്ലഡ് റൂട്ടീൻ ഉദ്ദേശിച്ചെന്താ? ബ്ലഡ് ടെസ്റ്റ് അങ്ങനെ ചെയ്യാൻ? പറഞ്ഞാ എന്താ? ആ ബ്ലഡ് റൊട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. നമ്മള് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നമുക്ക് നോക്കിയാലല്ലേ അറിയൂ. അതുകൊണ്ട് ഞാൻ നോക്കുന്നില്ല, അങ്ങനെയാണല്ലോ നമ്മളുടെ ഒരു തിയറി. ശരിക്കും ചെയ്യാറുണ്ട്. ഓക്കെ, അറ്റ്ലീസ്റ്റ് 30 അബോവ് ആയി കഴിഞ്ഞാൽ ഇയർലി വൺസ് എങ്കിലും നമ്മൾ ഫുൾ ബോഡി ചെക്കപ്സ് ചെയ്യാം. അത് കഴിഞ്ഞ്
എന്തെങ്കിലും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യുക, 3 months കൂടുമ്പോൾ ചെയ്യുക. സബ് ക്ലിനിക്കൽ തൈറോയിഡ്സ് ഒക്കെ ആണെങ്കിൽ എന്തായാലും നമ്മൾ നോക്കണം. ഞാൻ ഡോക്ടർ എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് 27 ഇയർ ആണ്. പക്ഷെ എനിക്ക് മൂക്കിൽ കൂടെ ശ്വസിക്കാൻ നല്ല ബുദ്ധിമുട്ട്, മിക്കപ്പോഴും പറ്റാറില്ല. കിടന്നിട്ട് ആണോ അത് ഇരിക്കുമ്പോഴാണോ രാത്രി ത്രൂ ഔട്ട് ഉണ്ട്? രാത്രി ഉറങ്ങുമ്പോ തീരെ പറ്റില്ല, പകലും പറ്റുന്നില്ല. ചിലപ്പോ മൂക്കിൽ പോളിപ്പ് ഉണ്ടാവും, ദശ പോലെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അല്ലെങ്കിൽ മൂക്കിന് വളവ്, പാലത്തിന് വളവ് ഉണ്ടെങ്കിൽ ഉണ്ടാവും. അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? അത് വളവ് നമുക്ക് ആയുർവേദത്തിൽ മാറ്റാനുള്ള സർജിക്കൽ ഓപ്ഷൻസ് ചെയ്യുന്നുണ്ട് പുറത്ത്, നമ്മൾ കേരളത്തിൽ പ്രാക്ടീസിലില്ല. പക്ഷെ ദശ ഉണ്ട് വെച്ചാൽ അതിന് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഈ നസ്യൊക്കെ ചെയ്യുമ്പോൾ കുറെയൊക്കെ നോസ് ക്ലിയർ ആവും. അപ്പൊ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, സോറി, നസ്യം എങ്ങനെ ചെയ്യാ? നസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെഡിക്കേറ്റഡ് ഓയിൽ നമ്മൾ മൂക്കിക്ക് ഒറ്റിച്ചു കൊടുക്കുക. സെൽഫായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പേഴ്സണലി പറഞ്ഞുതരാം. കാരണം ഒരു മരുന്ന് വെച്ചിട്ട് എനിക്ക് അങ്ങനെ പറഞ്ഞുതരാൻ പറ്റില്ല, ഇത്രയും ക്രൗഡിൽ നിൽക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ ഇതെടുത്ത് ഉപയോഗിച്ച പണിയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ട വെച്ചാൽ അതേ ഞാൻ പറഞ്ഞുതരാം. അത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നേസൽ സലൈനെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ രാത്രി വരുന്ന കൺജഷൻ ഒന്ന് കുറയും. നേസൽ സലൈൻ എന്ന് പറഞ്ഞാൽ ഉപ്പുവെള്ളമാണ്, അപ്പോഴും ഈ കൺജഷൻ കുറയും. ഉപ്പുവെള്ളത്തിന് ഞാൻ ചാവക്കാടാ. അപ്പോ നമ്മളിപ്പോ എന്തായിരുന്ന ടോപ്പിക്? ബ്ലഡ് ടെസ്റ്റ്. ബ്ലഡ് ടെസ്റ്റ് പറയുമ്പോൾ നമുക്ക് ഡയബറ്റിസ് നമ്മൾ നോക്കേണ്ട സമയമായി തുടങ്ങി. ഗസ്റ്റേഷണൽ ഡയബറ്റിസ് കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? റൊട്ടീൻ ചെക്കപ്പിൽ നിങ്ങൾ ഡയബറ്റിസ് നോക്കുക, അല്ലെങ്കിൽ HbA1c എങ്കിലും ഒരു 6 months കൂടുമ്പോൾ നോക്കുക. പിന്നെ അതുപോലെ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുന്നതിലും ലാഭം നമ്മൾ സപ്ലിമെന്റ് എടുക്കുന്നതാ. ഒരു ബ്ലഡ് ടെസ്റ്റിന് 1000 to 1500 വരുന്നുണ്ട്. അപ്പോ എന്തിനാണ് ആ അവസ്ഥക്ക് നിൽക്കുന്നത്? നമ്മൾ ഈ മസിൽ പെയിനും ഈ പറഞ്ഞ എനർജി ലെവൽ കുറയുന്നതും ഈ മൂഡ് സ്വിങ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് വൈറ്റമിൻ ഡി. അതാണെങ്കിൽ നമുക്ക് ഉണ്ടാവില്ലതാണ്. അപ്പൊ അത് ഒരു കണ്ടിന്യൂസ്ലി ഒരു 3 months വീക്ക്ലി വൺസ് ആയിട്ട് എടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 10 days കൂടുമ്പോൾ എടുക്കുക, പിന്നെ 2 weeks കൂടുമ്പോൾ എടുക്കുക, പിന്നെ മന്ത്ലി 1 ആയിട്ട് പോവുക. എന്നിട്ട് ഒരു 1.5 year കൂടുമ്പോൾ ചെക്ക് ചെയ്യുക നമ്മൾ പോണത് കറക്റ്റ് ആണോന്ന്. ഇല്ലെങ്കിൽ അപ്പൊ കുഴപ്പമില്ല, നമുക്ക് ആദ്യം തന്നെ പോയി ചെക്ക് ചെയ്ത് പൈസ സ്പെൻഡ് ചെയ്യണേനൊക്കെ. ഞാൻ എന്റെ പേഷ്യൻസിനോട് പറയും, പൈസ ഉണ്ടെങ്കിൽ നോക്കിക്കോ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. കാരണം നമ്മളിങ്ങനെ ആളുടെ ക്ഷീണവും കാര്യങ്ങളോ മസിൽ പെയിനും ഒക്കെ കാണുമ്പോൾ നമ്മൾ പറയുന്നത്, അപ്പൊ മസിൽസിന്റെ ഇൻഫ്ലമേഷൻ ഒക്കെ കുറക്കാൻ നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ ഭാഗം നമ്മൾ ഈ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ നോക്കുക. പിന്നെ നമ്മൾ സ്ത്രീകൾ നിർബന്ധമായിട്ട് നോക്കേണ്ടത് നമ്മളുടെ ജെനറ്റൽ ഹെൽത്ത് ആണ്. അതിനെന്താ ആയുർവേദത്തിന് ചെയ്യാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാല്, ത്രിഫല എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. അതും ഒരു മാജിക്കൽ മെഡിസിൻ ആണ് ആയുർവേദത്തിന്റെ. എന്തിനും ഉപയോഗിക്കാം, തിന്നാൻ ഉപയോഗിക്കാം, കഴുകാൻ ഉപയോഗിക്കാം, അങ്ങനെ എല്ലാ ആസ്പെക്റ്റിലും യൂസ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പൊ നമുക്ക് ജനറ്റിൽ ഈ വരുന്ന പ്രശ്നങ്ങൾ എന്താ, അധികം സ്ത്രീകൾക്ക് ഇച്ചിങ് അല്ലെങ്കിൽ ഡിസ്ചാർജ് കൂടുതൽ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. ആ സ്ഥലത്ത് നമുക്കിത് ബോയിൽ ചെയ്തിട്ട് വാഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഫംഗൽ ഇൻഫെക്ഷൻസ് അങ്ങനത്തെ പ്രിവെന്റ് ചെയ്യും. ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇതൊരു ഇടയ്ക്കൊന്ന് വാഷ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഡയബറ്റീസ് ഉള്ളവർക്ക് കൂടുതൽ ചാൻസ് ഉണ്ട് നമ്മളുടെ ഈ പറഞ്ഞ സെർവിക്കൽ ഹെൽത്ത് പുവർ ആവാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മള് സെർവിക്കൽ ക്യാൻസർ ഇപ്പൊ സ്ത്രീകൾക്ക് ഭയങ്കര കോമൺ ആണ്. അപ്പൊ ആ സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യണം? റൊട്ടീൻ ആയിട്ട് ആ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. ഒരു സ്ത്രീ സെക്ഷലി ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് പാപ്സ്മിയർ ടെസ്റ്റ്. അത് നിങ്ങൾ ചെയ്യണം, ലൈഫിൽ 1 time എങ്കിലും ചെയ്യുക. ചെയ്ത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇയർലി അടുത്ത ഇയർ ചെയ്യുക, അടുത്ത ഇയറും ചെയ്യുക. 3 years ആണ് ചെയ്യേണ്ടത്. പിന്നെ 3 years നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ 3 years കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അത് റിസ്ക് കുറക്കാനാണ്. ഭയങ്കരമായിട്ട് കേസ് ഉണ്ട്. ഞാൻ ക്യാൻസർ ഫേസ് ചെയ്ത ഒരാളാണ്. ആ ടെസ്റ്റ് എന്താണെന്നൊന്ന് പറഞ്ഞുതരോ? പാപ്സ്മിയർ. അതായത് നമ്മുടെ വെജൈനയുടെ ഉള്ളിൽ നിന്ന് ഒരു ടെസ്റ്റ് ജസ്റ്റ് സൈറ്റോ ബ്രഷ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്തിട്ട് അതെടുത്തിട്ട് ടെസ്റ്റിന് അയക്കുന്നതാണ് പാപ്സ്മിയർ. അത് പെയിൻഫുൾ ഒന്നല്ല. OP ബേസിൽ ഡോക്ടേഴ്സ് അത് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി തരുന്ന ഒരു സംഭവമാണത്. ശരിക്കും അത് എന്താണ് അതിന്റെ പർപ്പസ് വരുന്നത്?
സെർവിക്കൽ ക്യാൻസറും നമ്മൾ ഈ പാപ്പിലോമ വൈറൽ ഇൻഫെക്ഷൻസ് അതാണ് പ്രിക്കേഴ്സർ ആയിട്ട് പറയുന്നത് സെർവിക്കൽ ക്യാൻസറിനെ. അപ്പൊ അതിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് പറയുന്നത്. ഫോറിൻ കൺട്രീസിലൊക്കെ ഭയങ്കരമായിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ പിന്നെ അസുഖം വന്നാൽ മാത്രം കണ്ടുപിടിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കാറില്ല. അപ്പൊ സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഇത് ചെയ്യൽ, നമ്മൾ നേരത്തെ ഇങ്ങനത്തെ ലൈഫ് തുടങ്ങുന്ന ആൾക്കാരല്ലേ, വളരെ യങ് ഏജിൽ മാരേജും കാര്യങ്ങളും ഒക്കെ അല്ലേ. അപ്പൊ അതൊന്ന്. പിന്നെ ഇപ്പൊ ഉള്ളത് വുമൻസിന്റെ ചെക്കപ്പിലൊക്കെ അത് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത് മിഡ്സിലൊക്കെ പിന്നെ ഇതേപോലെ നമ്മൾ ഫേസ് ചെയ്യുന്ന അടുത്ത സാധനമാണ് വെജൈനസ്നസ്. സെക്ഷൽ കോണ്ടാക്ട് വരുമ്പോൾ ഡ്രൈ വെജൈന ആയിട്ട് പെയിൻഫുൾ ആയിട്ടുള്ള ഇഷ്യൂസ്. അതും നിങ്ങൾക്ക് സെൽഫ് കെയർ ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് ടാമ്പോൺസ് ഉണ്ട്, നമ്മൾ പാഡ് യൂസ് ചെയ്യുന്ന പോലെ ടാമ്പോൺസ് അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ ടാമ്പോൺ? അറിയോ? കണ്ടുണ്ടോ? ഇത്ര മോനെ ആ ഒരു ചെറിയൊരു നമ്മളുടെ ഇതുണ്ടല്ലോ കോട്ടൺ, അങ്ങനെ ഒരു പിൻ പോലെയാണ്. അത് നമ്മള് മെഡിസിനിൽ ഡിപ്പ് ചെയ്തിട്ട് ഇൻട്രാവെജൈനലി വെക്കുക ചെയ്യാം ഈ പറഞ്ഞ കണ്ടീഷന്, വജൈനസ്നസിന്. അത് ഈ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി ചോദിച്ചാൽ മതി കണ്ടീഷൻ അറിഞ്ഞിട്ട്. കാരണം എന്തെങ്കിലും ഡിസ്ചാർജ് കാര്യങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റില്ല. അല്ലാത്ത സമയത്ത് ഇതൊക്കെ ലൈഫ് സ്റ്റൈലാണ് കേട്ടോ. ഞാൻ അസുഖത്തിനെ ട്രീറ്റ് ചെയ്യാനല്ല പറയുന്നത്. കാരണം നമ്മൾ സെക്ഷൽ ലൈഫ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അവിടെ നമ്മൾ സഫർ ചെയ്യേണ്ട ആവശ്യമില്ല. ആ സമയത്ത് നമുക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡേ ടു ഡേയില് ഏജിങ് വരുമ്പോ എന്തായാലും ഡ്രൈനസ് വരും. അതൊക്കെ നമ്മൾ മറച്ചു വെച്ചിട്ട് മിണ്ടാണ്ട് നടന്നു കഴിഞ്ഞാല് ദ മാൻ ഈസ് ഗോയിങ് ടു ഹാവ് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. നമ്മൾ പിന്നെ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സി വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് അവർ സെൽഫ്. ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതൊന്ന് ഡിസ്കസ് ചെയ്യാൻ നമ്മൾ നാളെ വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല. ബേസിക്കലി നമ്മൾ ലൈഫ് സ്റ്റൈലിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ നമുക്ക് കൊണ്ടുവരാന്നുള്ളത് നല്ലതാ. അപ്പൊ അത് ഇങ്ങനത്തെ ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നൈറ്റ് ടൈമോ അല്ലെങ്കിൽ ഡേ ടൈമിലോ വർക്കിംഗ് ടൈമിലോ ഒക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതൊരു ബുദ്ധിമുട്ടുള്ളതല്ല, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. അതൊന്ന്. പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. നമ്മൾ എത്ര ഫുഡ് കഴിക്കണം? ഇതൊക്കെ ആയുർവേദത്തിന്റെ ലൈഫ് സ്റ്റൈൽ ആട്ടോ. നമ്മൾ എത്ര ഫുഡ് കഴിക്കണം? നമ്മൾ എങ്ങനെ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാം? അവർ ഓക്കാനിക്കണ വരെ ഫുഡ് കൊടുക്കും. നമുക്ക് വേണ്ട ഉമ്മ എന്ന് പറഞ്ഞാൽ ഓക്കാനിക്കണ വരെ ഫുഡ് കൊടുക്കും. നിങ്ങൾ അങ്ങനെയല്ലേ കൊടുക്കുക? എങ്ങനെ നമ്മൾ കുട്ടീനെ ഫീഡ് ചെയ്യാ? എന്റെ കുട്ടിക്ക് പാല് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഓവർ ഫീഡ് ചെയ്ത് ബേപ്പ് ചെയ്താലും പോവാത്ത അവസ്ഥയ്ക്ക് കൊണ്ടുപോയിട്ട് ഫീഡ് ചെയ്യും. സി, ഒരു മാസമുള്ള കുട്ടിക്ക് ഇത്രേ വയറുള്ളോ? ആ വയറേക്ക് എത്ര പാല് വേണം? അതുപോലെ തന്നെ നമുക്ക് ഇത്രയ്ക്ക് വയറുള്ളോ? അതിലേക്ക് എത്ര ഫുഡ് വേണം? നമ്മൾ ശരിക്കും ഒരു ഭാഗ്യം നമുക്ക് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രസന്റേഷൻ, കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച്, നിത്യം കഴിക്കാൻ പറയുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. മോര് ഭയങ്കര നല്ലതാ നമുക്ക് അബ്സോർപ്ഷൻ കൂട്ടാന്. മോരൊക്കെ കൂട്ടി. നെല്ലിക്ക നമുക്ക് നല്ലതാ ഡെയിലി കഴിക്കാൻ. കൊടംപുളി നല്ലതാ സ്ത്രീകൾക്ക് കഴിക്കാൻ. ഇതൊക്കെ ആയുർവേദാട്ടോ. ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൂട്ടി കൊടംപുളി ഇട്ടിട്ട് മീൻകറി വെക്കാം. കൊടംപുളി ഇടയ്ക്ക് നമുക്ക് കഴിക്കാം. മീന് നല്ലൊരു പ്രോട്ടീൻ ആണ്, അത് കഴിക്കാം. ചോറ് കുറച്ച് പോർഷൻ എടുത്താൽ മതി. വെജീസ് എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. ശരിക്കും ഡൈജഷൻ പൂർ ആണെന്നുണ്ടെങ്കിൽ റോ വെജിറ്റബിൾസിനെക്കാട്ടി നല്ലത് നമ്മൾ ഉപ്പേരി, സ്റ്റീം ചെയ്തിട്ട് എടുക്കുന്ന ഉപ്പേരി പോലത്തെ സാധനങ്ങൾ. എണ്ണ ഒഴിച്ചാൽ തന്നെ ഉപ്പേരി ഉണ്ടാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സ്റ്റീം ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത് ഗീ കഴിക്കുക എന്നുള്ളതാണ്. കാൽഷ്യം സപ്ലിമെന്റ് ആണ് ഗീ എന്ന് പറയുന്നത്. നെയ്യ് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ എങ്ങനെ നെയ്യൊക്കെ ചെയ്യാം? നെയ്യിലിട്ടിട്ട് ഉണ്ടാക്കും. അതിന്റെ പകരം നമുക്ക് എങ്ങനെ ചെയ്യാം? നമ്മൾ കുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം സിംഗിൾ പോർഷനിലേക്ക് നെയ്യ് ആഡ് ചെയ്യും. എന്റെ ഫുഡിക്ക് വേണ്ട നെയ്യ് ഞാൻ അതിൽ ഒഴിക്കാം. സദ്യയിൽ നെയ്യ് കൊടുക്കണ കണ്ടിട്ടുണ്ടോ? അത് ഒരാളെ പോഷനാ. എന്താ അവർക്ക് ആദ്യമേ ഏതെങ്കിലും ഒരു കറിയില്ല നെയ്യ് അങ്ങ് ഒഴിച്ചാൽ പോരായിരുന്നോ? അപ്പൊ നെയ്യ് എന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യണം. കുക്ക് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഓവർ ആവുമ്പോ അതിന്റെ മോളിക്യുലർ ഡിഫറൻസ് ഒക്കെ വരും, അതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടും. അപ്പൊ നമ്മളെ ഡൈജഷൻ ഫാസ്റ്റ് ആക്കുന്ന സാധനമാണ് നെയ്യ്. കാൽഷ്യം റിച്ച് ആണ്, ലൈറ്റർ ആണ്. നമ്മൾ ഈ പൂജ ചെയ്യുമ്പോൾ അതിൽ നെയ്യ് ഒഴിക്കണ കണ്ടല്ലോ, അത് ആളിക്കത്തും അല്ലേ? അതേപോലെ തന്നെ വയറ്റിനുള്ള ഒരു ഡൈജസ്റ്റീവ് ഫയർ ഉണ്ട്, അതിന് ആളിക്കത്താൻ വേണ്ടിയിട്ട് നെയ്യ് നല്ലതാ. നെയ്യ് കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഒന്നും വരില്ല ഈ രീതി കഴിക്കുമ്പോ കേട്ടോ. ഒരു സെക്കൻഡ്, എന്റെ ഫോൺ ഇപ്പൊ ഓഫ് ആവും. ഒരു സെക്കൻഡ് കേട്ടോ. ഓ തീർച്ചയായിട്ടും.
എന്തൊക്കെയുണ്ട് വിശേഷം? ആണ് അതെല്ലേ. ഓഫീസിലാണ് പോയിട്ടില്ല. ബോറടിക്കുന്നില്ലല്ലോ? ഇല്ല മാം, ബോറടിക്കണില്ല. നല്ല ഇല്ല ക്ലാസ് ഇല്ല. ആയിരുന്നു. കുറ്റബോധം കൊണ്ടാണോ ഇനി എന്തുകൊണ്ടാണോ എന്നറിയില്ല. ഒരു പ്രത്യേക അവസ്ഥയിലൂടെയാണ് എല്ലാരും കടന്നു പോകുന്നതെന്നാണ് കരുതുന്നത്. ഞാൻ ഈ ക്ലാസ്സിന്റെ മുന്നേ ഫോണൊക്കെ ചാർജിന് ഇട്ടു, പക്ഷെ സ്വിച്ച് ഓൺ ആക്കിയില്ല. കുറെ വളരെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ റൗണ്ട്സ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് മനസ്സിലാക്കിയത് ആ സത്യം. അപ്പൊ നമ്മള് ഫുഡിന്റെ കാര്യം പറഞ്ഞേ. ഫുഡിന്റെ കാര്യം പറയുമ്പോ നമ്മളെ വയറിന്റെ കാൽ ഭാഗമാണ് ചോറ് കഴിക്കുന്നത്. അതായത് എനി ഫുഡ്, ചോറിനല്ല, നമ്മളെ മീൽ പ്ലാൻ. ബാക്കി കാൽ ഭാഗമാണ് നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നത്. അരഭാഗം വരെ പോവാം നമ്മളെ ബോഡി വെയിറ്റിനനുസരിച്ചിട്ട്. ബാക്കി കാൽ ഭാഗം വേക്കന്റ് ആയിട്ടുള്ള ഇതിന്റെ മിക്സിംഗ് ഒക്കെ നടക്കണല്ലോ. അപ്പൊ അവിടെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം. കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെറ്റർ അഷ്ടചൂർണം ആഡ് ചെയ്ത് കൊടുക്കാം. അഷ്ടചൂർണം കേട്ടിട്ടുണ്ടെങ്കിൽ, അഷ്ടചൂർണം കേൾക്കാത്തവരാണോ എല്ലാരും? അഷ്ടചൂർണത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നോ. അഷ്ടചൂർണം എന്ന് പറയുന്നത് സ്പൈസസ് ആണ്. ആയുർവേദത്തിൽ നിങ്ങൾ അങ്ങനെ കണ്ടാൽ മതി, സ്പൈസസ് ആണ് ഫുള്ള്. നമുക്ക് സ്പൈസസ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, cereal ഉണ്ട്. ഈ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക ഒരു പ്രിപ്പറേഷൻസ് ആണ് ആയുർവേദത്തിലുള്ള എല്ലാ മെഡിസിൻസും. അത് ചിലത് നമ്മളിങ്ങനെ വാറ്റിയെടുത്ത് അരിഷ്ടാക്കുന്നു, ആസവാക്കുന്നു. ചിലത് നമ്മൾ തിളപ്പിച്ച് വറ്റിച്ച് കഷായാക്കുന്നു. ചില നമ്മൾ പൊടിച്ച് ഈ പറഞ്ഞ ശർക്കരയിൽ ഇട്ടെടുത്തിട്ട് ലേഹ്യം പോലത്തെ പ്രിപ്പറേഷൻ ഉണ്ടാക്കുന്നു. അത്രേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ എന്താ? നമ്മൾ ഈ ഫുഡായിട്ട് കഴിക്കുന്ന ആഹാരം ആണ് ആയുർവേദത്തിന്റെ ഔഷധം എന്ന് പറയുന്നത്. ഔഷധം ഇപ്പൊ എന്താ? നമ്മൾ കഴിക്കുന്ന മെഡിസിൻ ടെമ്പററി ആണ് അല്ലെ? ആർക്കെങ്കിലും മരിക്കണവരെ ഒരു മരുന്ന് കഴിക്കാൻ ഇഷ്ടമുണ്ടോ? എനിക്കില്ല. ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് ഇങ്ങനെ തലവേദന വരിക, ഡോക്ടറെ അടുത്ത് പോവാ, തലവേദന ഗുളിക കഴിക്കുക. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ തലവേദന വീണ്ടും വരിക, വീണ്ടും ഡോക്ടർ കാണാൻ ഗുളിക കഴിക്കുക. ഇതല്ലേ നമ്മളെ ഹാബിറ്റ്. ആ തലവേദന മാറിക്കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് വന്നത്, ഇത് വരാതിരിക്കാൻ എന്താ ചെയ്യണേന്ന് നമ്മൾ ആലോചിക്കാറുണ്ടോ? ഇല്ല, നമ്മൾ ആരും ആലോചിക്കാറില്ല. ഡോക്ടർ എന്ന് പറയുന്നത് നമുക്കുള്ള ഒരു ടൂളാണ്. നമ്മളൊരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനും ആ സിറ്റുവേഷൻ പിന്നീട് നമുക്ക് വരാണ്ടിരിക്കാനും ആ ഡോക്ടറെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പേഷ്യന്റ് ചെയ്യേണ്ടത്. അവിടെയാണ് ആയുർവേദത്തിന് വ്യത്യാസം വരുന്നത്. നമ്മള് ആ പഥ്യം എന്ന് പറയുന്ന സാധനല്ലേ, ആയുർവേദത്തിൽ പോകുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം പഥ്യം. പഥ്യം എന്ന് പറയുന്നത് രോഗത്തിനുണ്ട്, രോഗിക്കുണ്ട്, മരുന്നിനുണ്ട്. ചില മരുന്നിന്റെ കോമ്പിനേഷനിൽ ചില ഫുഡ് കഴിക്കാൻ പാടില്ല. ചില രോഗാവസ്ഥയിൽ ആ രോഗം വരാൻ കാരണമായ ഫുഡുകളെയാണ് നമ്മൾ ഒഴിവാക്കാൻ പറയുന്നത്. അതേപോലെ തന്നെ ഈ പറഞ്ഞ രോഗിനെ ബേസ് ചെയ്തിട്ട് ഇപ്പൊ നിങ്ങളെ പ്രകൃതം, വാദം, പിത്തം, കഫം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകൃതം ഉണ്ട്, നിങ്ങളെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ നല്ല മെലിഞ്ഞിരിക്കുന്ന ഒരാള്, വളരെ സ്ലിം ആയിട്ടുള്ള ഒരാള്, അയാൾക്ക് വീണ്ടും ഇഷ്ടം ഭയങ്കര എരിവ്, പുളി അങ്ങനത്തെ സാധനങ്ങളാണെങ്കിൽ അയാളുടെ ബോഡി വീണ്ടും ഡിസ്ട്രക്ട് ചെയ്തുകൊണ്ടായിരിക്കുക. അയാൾക്ക് വേണമെങ്കിൽ കുറച്ച് മധുരമൊക്കെ ആവാം. മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര അല്ല, കുറച്ച് നറിഷിങ് ക്വാളിറ്റി ഉള്ള ഫുഡ്സ് ആവാം അയാൾക്ക്. അല്ലെങ്കിൽ ആ ടേസ്റ്റ് വരുന്ന സാധനങ്ങളാവാം. അപ്പൊ അവർക്ക് കുറച്ച് കൊള്ളി കഴിക്കാം, കുഴപ്പമില്ല. കുറച്ച് മധുര വിഭാഗം വരുന്ന സാധനങ്ങൾ അവർക്ക് അത് പ്രശ്നമല്ല. അപ്പൊ പഥ്യം എന്ന് പറയുന്ന ഒരു സംഭവം എന്തിനാണ് ഒരു ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത്? നിങ്ങളെ ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ കാണിച്ച ഒരു അഹമ്മതി കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് വന്നത്. അത് നിങ്ങൾ മാറ്റി വെക്കുക. അല്ലെങ്കിൽ ആ അസുഖത്തിന്റെ പീക്കിൽ ഇത് പാടില്ല. ഇപ്പൊ യൂറിക് ആസിഡ് ഉള്ള ആൾക്കാരോട് നമ്മൾ പറയും, യൂറിക് ആസിഡ് കൂട്ടുന്ന സാധനങ്ങൾ, ഇന്ന സാധനങ്ങൾ, ഇലകളിൽ ഇന്ന കാര്യങ്ങൾ കഴിക്കരുത്, ക്യാബേജ് കഴിക്കരുത്, അങ്ങനെ പല സാധനങ്ങളും നമ്മൾ ഒഴിവാക്കാൻ പറയും. അപ്പൊ അത് ടെമ്പററി ആയിട്ട് അത് ഒഴിവാക്കിയിട്ട് പിന്നെ ഇതിനെ ക്ലൻസ് ചെയ്ത് കഴിഞ്ഞിട്ട്
ഇത് വരാണ്ടിരിക്കാനുള്ള ഒരു പാറ്റേൺ ഓഫ് മീൽ ആയിരിക്കണം അവർ പോവേണ്ടത്. അതൊക്കെയാണ് ആയുർവേദം. ആയുർവേദം എന്ന് പറയുന്നത് കഷായമല്ല. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഡയറ്റ്, അസുഖം വന്നു കഴിഞ്ഞാൽ അസുഖത്തിന് എങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കണം, ഈ അസുഖം ഇനി വരാണ്ടിരിക്കാൻ നമ്മൾ ഫുഡിൽ എന്തൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്യണം, അങ്ങനെ ഒരു പ്രാക്ടീസ്. ഏത് രീതിയിലുള്ള ഫുഡ് കഴിക്കണം, ഏത് ഫോമിലുള്ളത്, കഞ്ഞിയായിട്ട് കഴിക്കണോ അല്ലെങ്കിൽ നമ്മൾ റൈസ് പുലാവ് പോലാക്കി കഴിക്കണോ, അങ്ങനെ നമ്മളെ ഒരു പ്രാക്ടീസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഭയങ്കര വീക്കാണ്, നമുക്ക് ഇച്ചിരി എനർജി ഒക്കെ ഭയങ്കര കുറവാണ്, ഭയങ്കര കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ട്, ഓക്കെ, സൂപ്പ് ഉണ്ടാക്കി കഴിക്കുക, ഉച്ചയ്ക്ക് ചോറ് കഴിക്കണം എന്നൊരു നിർബന്ധമില്ല, അല്ലെങ്കിൽ നൈറ്റ് ഇത് കഴിക്കണം എന്നൊരു നിർബന്ധമില്ല. അപ്പൊ നമുക്ക് മാറ്റി പിടിക്കും. ഇപ്പൊ രാഗി പ്രാക്ടീസ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ വെയിറ്റ് കുറയാൻ. രാഗി കഴിക്കുമ്പോൾ ചിലപ്പോൾ വെയിറ്റ് വയറ്റിനും പോവില്ല, വെയിറ്റും കുറയില്ല, അങ്ങനെ പ്രശ്നം വരുന്നവരുണ്ട്. അതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നമ്മൾ മെറ്റബോളിസം പൂർ ആണെന്നുള്ളതാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? കോമ്പിനേഷൻ മാറ്റി കൊടുക്കണം. നമ്മൾ അതിൽ കുറച്ച് തോനെ വെജിറ്റബിൾസും അതുപോലെ തന്നെ ഇച്ചിരി ഗീയും ഒക്കെ ആഡ് ചെയ്തിട്ട്, ഇനി അതല്ല, ഇനി നമുക്കിപ്പോ ഈ മട്ടൺ അത് ബോയിൽ ചെയ്യാം, നന്നായിട്ട് വേവിക്കാം, എന്നിട്ട് അതിന്റെ ആ ഒരു എക്സ്ട്രാക്ട് ആയിട്ടുള്ള സാധനം ആഡ് ചെയ്ത് കൊടുത്തിട്ടൊക്കെ നമുക്ക് കഴിക്കാം. ഇതെല്ലാം ഒരു ദിവസം കഴിക്കണം എന്നില്ല കേട്ടോ, എടുത്തു വെച്ച് ഒരു 2 സ്പൂൺ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ കഴിക്കാം. നമ്മളെ ബോഡിനെ ഹെൽത്തി ആയിട്ട് നറിഷ് ചെയ്യാൻ ഇങ്ങനെയൊക്കെ, ഇതൊക്കെ ആയുർവേദത്തിൽ പറയുന്ന സാധനങ്ങളാണ്. അതൊക്കെ കണ്ടീഷൻ വൈസ്. ഇപ്പൊ കാൽഷ്യം കുറവുണ്ട്, നമുക്ക് ഒരു ഏജ് കഴിഞ്ഞാൽ കാൽഷ്യം കുറയും, അപ്പൊ നമ്മൾ ഇതെന്നും ചെയ്യണ്ട, വല്ലപ്പോഴൊക്കെ ചെയ്താൽ മതി. അങ്ങനെ അതിനെ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. പിന്നെ ടൈമാണ്. ടൈം ഭയങ്കര നിർബന്ധ. എപ്പോഴും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെറ്റബോളിസം നന്നായി നിൽക്കാൻ നമുക്ക് നല്ലത് ഒരു ഇടവിട്ട് ഒരു 2 hours കൂടുമ്പോൾ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളായിട്ട് കഴിക്കുന്നതാണ്. ഇപ്പൊ കർക്കിടകൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ കർക്കിടക കഞ്ഞി, കർക്കിടക ഉണ്ട, അല്ലെങ്കിൽ വെറുതെ അവരെ വാങ്ങി കഞ്ഞി വെക്കുക, അങ്ങനത്തെ ഒക്കെ പരിപാടികൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പൊ എനിക്ക് ഒന്ന് റിമൈൻഡ് ചെയ്യാനുള്ള എന്താ വെച്ചാൽ, നവര ഇന്നും കഴിക്കാൻ പറയുന്ന ഒരു സാധനമാണ്. പക്ഷെ നവര കഞ്ഞി വെക്കുമ്പോൾ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പ്ലെയിൻ ആയിട്ട് കഴിക്കാം, കുഴപ്പമില്ല. ഇച്ചിരി ഒബീസ് ആണ് അല്ലെങ്കിൽ മെറ്റബോളിസം ഇഷ്യൂ ഉണ്ടെങ്കിൽ ഉലുവ, ആശാളി, അങ്ങനെ എന്തെങ്കിലും ജീരകം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് അതിന് കുറച്ച് കൂടുതൽ വരും. ഗ്ലൈസമിക് ഇൻഡെക്സ് കുറക്കാനാണ് ഈ കർക്കിടക്കഞ്ഞിയിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യണത്. അപ്പൊ ഇപ്പൊ മനസ്സിലായില്ലേ കസ്റ്റമൈസേഷൻ എന്ന് പറയുന്ന സാധനത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ്. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഇപ്പൊ ആയുർവേദത്തിൽ ഇപ്പൊ കഞ്ഞി നമുക്ക് ഫുഡാണ്, ആയുർവേദത്തിന് കഞ്ഞി മെഡിസിൻ ആണ്. കഞ്ഞി 10 ഇരട്ടി വെള്ളം ഒഴിച്ച് വേവിക്കുന്ന കഞ്ഞിക്കും 4 ഇരട്ടി വെള്ളം ഒഴിച്ച് വേവിക്കുന്ന കഞ്ഞിക്കും 2 ഗുണങ്ങളാണ്. നവര പറയുന്നത് 60 ദിവസം കൊണ്ട് എടുക്കുന്ന അരിയാണ്. കുത്തരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കൊല്ലം പഴകിയതാണ്. പഴകും തോറും അതിന് ലൈറ്റർ ക്വാളിറ്റി ആയിരിക്കും, ഒന്നും കൂടെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണ്ടേ? നമ്മളെ ലൈഫ് സ്റ്റൈലിലേക്ക് ഈ സാധനങ്ങളൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്യണ്ട. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾ സെൽഫ് അസസ് ചെയ്യാം, ഏതൊക്കെ ആസ്പെക്ട്, ഫിസിക്കൽ ഫ്രം ഹെയർ ടു ടോ. വേണമെങ്കിൽ വർക്ക് ചെയ്ത് കഴിച്ചിരണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തുതരാം. അതായത് നമ്മളെ ഹെയറിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യില്ലേ, ശവാസനത്തിലൊക്കെ കിടന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ പറയില്ലേ, ലൈക്ക് എല്ലാ ഓർഗനും നമ്മൾ ഫീൽ ചെയ്യുക, ഇന്റേണൽ എക്സ്റ്റേണൽ ഒക്കെ ഫീൽ ചെയ്യുക, ഫൈൻഡ് ചെയ്യുക എവിടെയെങ്കിലും. കാരണം തലവേദന വരുമ്പോഴേ തല ഉണ്ട് നമ്മൾ അറിയുന്നുള്ളൂ, വയറുവേദന വരുമ്പോഴേ വയറുണ്ടെന്ന് അറിയുന്നുള്ളൂ. അപ്പൊ വേദന വരാണ്ട് നമ്മൾ ഇതൊന്നും അറിയണില്ല. അപ്പൊ അറിയുന്നേ, എടുക്ക അങ്ങോട്ട് അറിയുക, ഇതൊക്കെ എന്താണ്, ഇവർക്ക് നല്ലപോലെ ആണോ എന്നുള്ളത്, അതൊക്കെ ഫീൽ ചെയ്യാം. ഇനി ഇതേ പാരലൽ ഫിസിക്കൽ കഴിഞ്ഞ അടുത്ത പ്രശ്നമാണ് എന്ത്? നമ്മളെ മെന്റൽ പ്രശ്നം. അങ്ങനെ മൂഡ് സ്വിങ്സിന്റെ ആ ഷമർ ആരെങ്കിലും ഉണ്ടോ ഇല്ലേ? കരയണ ആൾക്കാര്, ദേഷ്യപ്പെടുന്ന ആൾക്കാര്, ഇറിറ്റബിൾ ആവുന്ന ആൾക്കാര്, ഓളിയിടാൻ തോന്നുന്നവര്, നല്ല ഇടി വെച്ചു കൊടുക്കാൻ തോന്നുന്നവര്, സ്വയം ഇടിക്കുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ ഉണ്ടോ? സത്യം പറയുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഈ ലോകത്ത് ആരും പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല. ഞാൻ പറയണെങ്കിൽ എനിക്ക് കുറെ സത്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ സമയമില്ലാത്തണ്ട. ഈ പറഞ്ഞ സമയത്തിൽ ഇവിടെ തീർക്കട്ടെ. ലേറ്റ് ആയോ? ടൈം കൂടിയോ? ഞാനാണ് ഒരു 10 മിനിറ്റ് കൂടെ നമുക്ക് എടുക്കാം. ദേഷ്യം നന്നായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെ ഹലോ. നമുക്ക് മാറ്റാൻ പറ്റുക? മൂഡ് സ്വിങ്സ് എങ്ങനെ നമ്മൾ മാറ്റുക? ഒന്ന്, നമുക്ക് ദേഷ്യത്തിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാം, നമുക്ക് ഭയങ്കര പേഷ്യൻസ് ഉണ്ട്, നമ്മൾ അങ്ങനെ വിശ്വസിക്കുകയാണ്.
നമ്മൾ ഇങ്ങനെ എന്താ പറയാ ഒരു സിറ്റുവേഷൻ വരുമ്പോ അങ്ങനെ കടിച്ച് പിടിച്ച് പറയില്ല, ഞാൻ ചെയ്യില്ല, അറിയിക്കും എല്ലാം കണ്ട് എല്ലാരും മനസ്സിലാക്കട്ടെ എന്നൊക്കെ വിചാരിക്കും. ആരും ഒന്നും മനസ്സിലാക്കില്ല. കുറെ സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. അതാണ് നമ്മളുടെ ഇമോഷൻ. എക്സ്പ്രസ് ചെയ്യാന്നുള്ളതാണ് ബേസിക് തിങ്. സി എക്സ്പ്രസ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ചുറ്റിച്ച ഒരു ഡയറിയെങ്കിലും എഴുതുക. നമ്മളോട് സംസാരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ബുക്കിൽ എഴുതുന്നതിൽ ഒരു തെറ്റില്ലല്ലോ. പണ്ടുണ്ടായിരുന്ന പ്രാക്ടീസാ ഡയറി എഴുത്ത്. ഇപ്പോ ഈ അഫർമേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒന്നും കൂടി മോഡേണൈസ് ആയപ്പോൾ ആൾക്കാർക്ക് അത് എഴുതാൻ താല്പര്യം ഉണ്ടെന്നല്ലാതെ ഡയറി എഴുതുന്ന ആൾക്കാർ ആരില്ല. ഉണ്ടോ? നമുക്ക് അത്രയും സമയമില്ല, ഇതൊക്കെ ഓർക്കണ്ടേ, എഴുതണ്ടേ. അപ്പൊ എന്താ വെച്ചാ നമ്മൾ എക്സ്പ്രസീവ് ആയി കഴിഞ്ഞാൽ ഡയറി പണ്ട് നല്ല രസമാണ് ചിലരുടെ ഡയറി ഒക്കെ വായിക്കുക. ഇന്ന് അങ്ങനെ ആയിരുന്നു, ഇന്നത്തെ ദിവസം ഇങ്ങനെയായിരുന്നു, ആ ഒരു ഫീൽ ഉണ്ടല്ലോ, വിഷമായിരുന്നു. അപ്പൊ നമ്മളത് പറഞ്ഞു കഴിഞ്ഞു, എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞു. എക്സ്പ്രസ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഈ പറഞ്ഞ ഹോർമോൺ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും മെറ്റബോളിക് റിലേറ്റ് ചെയ്ത പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ അഡ്രസ് ചെയ്യണം, ഡെഫിനറ്റ്ലി അഡ്രസ് ചെയ്യണം. ആയുർവേദത്തിൽ കുറെ മെഡിസിൻസ് ഉണ്ട് കേട്ടോ, അശ്വഗന്ധ, ശതാവരി, ബ്രഹ്മി, ഇതൊക്കെ ബ്രെയിൻ ഫോക്കസും നമ്മളെ മെന്റൽ കാംനെസ് ഒക്കെ തരുന്ന ഇന്റേണൽ സപ്ലിമെന്റ്സ് ആണ്. പക്ഷെ അത് ബ്ലൈൻഡ് ആയിട്ട് എടുക്കരുത്, കൺസൾട്ട് ചെയ്തിട്ട് എടുക്കുക. പക്ഷെ ഉണ്ട്, ഇങ്ങനെ സാധനങ്ങൾ ഉണ്ട്, വേണമെങ്കിൽ അത് എടുക്കുക. കാരണം നമ്മളെ ആവശ്യം എന്താ, മെന്റലി, ഫിസിക്കലി, സ്പിരിച്വലി, സോഷ്യലി ഒക്കെ നമ്മൾ എന്താവണം, കിടുവാവണം. അപ്പൊ അതിന് എന്താ ചെയ്യേണ്ടത്, ഈ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു പ്രാക്ടീസ് നമ്മൾ സ്നേഹിച്ച്, അപ്പൊ ഇന്നിപ്പോ നമ്മളൊന്ന് കണ്ണെഴുതിയതാണ് നമുക്ക് ഇഷ്ടം വെച്ചാൽ ഓക്കെ, ഞാൻ കണ്ണൊക്കെ എഴുതി നല്ല സുന്ദരിയായിരുന്നു. അപ്പൊ ഇങ്ങനെ വലിയ എക്സ്പ്ലോർ ചെയ്യുന്ന വലിയ പ്രശ്നം ഉണ്ടായി, അത് അതിനപ്പുറത്തായിരിക്കും, അതും കൂടെ അങ്ങ് എഴുതുക. അത് നമ്മൾ പറയുന്നത്, നമുക്ക് ട്രാൻസ്പെറന്റ് ആയിട്ട് നമ്മളെ കാണുന്ന ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ ഒരു മിറർ പോലെ നമ്മൾ കേൾക്കാൻ പറ്റുന്ന ഒരു ഡയറിക്കായിരിക്കും. അതിന് പോലും നമ്മളെ ഇമോഷൻസിനെ വല്ലാണ്ട് ആക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ മെഡിറ്റേഷൻസ്, അതുപോലെ ശവാസന പോസ്റ്റർ പ്രാക്ടീസ് ചെയ്യുന്നത്, ബ്രീത്തിങ് എക്സസൈസ് ആയിട്ടുള്ള പ്രാണായാമയുടെ വെറൈറ്റീസ്, അതേപോലെ തന്നെ ബെഡ് ടൈം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് നിദ്രയോഗ. എനിക്കറിയില്ല എത്ര ആളിതിനെ പറ്റി ഫെമിലിയർ ആണെന്നുള്ളത്. നിദ്രയോഗ എന്ന് പറഞ്ഞിട്ടൊരു പ്രാക്ടീസ് ഉണ്ട്. ഹെഡ്ഫോൺസ് ഒക്കെ വെച്ചിട്ട് അസിസ്റ്റഡ് ആയിട്ട് ബോഡീനെ റിലാക്സ് ചെയ്ത് നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ സെഷൻസ് ഒരുപാട് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അത് പ്രാക്ടീസ് ചെയ്യും, ഭയങ്കര വ്യത്യാസമുണ്ടോ. അത് ഭയങ്കര നല്ലതാ. അറ്റ്ലീസ്റ്റ് ഇതൊക്കെ എന്നും ചെയ്യാൻ പറ്റും. ഇതൊന്നും എന്നും നടക്കില്ല എന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കുന്നതാണോ? ഒരു 10 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം ഇതൊക്കെ ചെയ്യുമ്പോൾ എല്ലാം കൂടെ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യണം. ഒരു ദിവസം തന്നെ ഇതൊക്കെ, എന്നാലും നമുക്കതൊരു എക്സ്പീരിയൻസ് ആവുമല്ലോ. ഫുഡിന്റെ കാര്യങ്ങളും പുള്ളിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്നും ചെയ്യാം. ചിലപ്പോൾ ഓയിൽ പുള്ളിങ് എന്നും നടക്കൂല, പറ്റണ പോലെ മോർണിംഗ് പറ്റില്ലെങ്കിൽ നൈറ്റ്, അങ്ങനെ ഒക്കെ കുഞ്ഞു കുഞ്ഞു രീതിയിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ. മൂഡ് സ്വിങ്സിന് റീസൺ കണ്ടെത്തുക എന്നുള്ള നിർബന്ധമാണ് കേട്ടോ. അത് മെഡിറ്റേഷനോ കൗൺസിലിങ്ങോ ഈ പറഞ്ഞ ബാക്കി മെഡിക്കേഷൻസോ എന്താ അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ട വെച്ചാൽ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്തു കൊടുക്കണം. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഒരു ഡൗട്ട് കൂടെ ചോദിക്കട്ടെ. നമ്മളെ സപ്ലിമെന്റ് എടുക്കുന്ന സമയത്ത് നമ്മള് പുറത്തുനിന്ന് കൊടുക്കുകയാണല്ലോ, ഫോട്ടോ നമ്മള് നാച്ചുറലി ഉള്ള ഫുഡ് എന്നുള്ള അബ്സോർപ്ഷൻ ഉണ്ടല്ലോ, അത് ഇല്ലാതായിട്ട്. സത്യത്തിലെ സപ്ലിമെന്റ് എടുത്തിട്ടും ന്യൂട്രീഷണൽ വാല്യൂ മീറ്റ് ചെയ്യാത്ത ആൾക്കാരാണ് നമ്മളുടെ ഇടയിൽ. അത് ഫുഡിനുള്ള സാധനങ്ങൾ ഇല്ലാണ്ടാവുന്നതല്ല, അങ്ങനെ ഒരു സംഭവം സംഭവിക്കില്ല. സപ്ലിമെന്റ് എടുക്കുന്നത് കൊണ്ട് ഫുഡിനുള്ള ന്യൂട്രീഷൻ കിട്ടാതിരിക്കില്ല. സപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിയർ ആയിട്ട് ഡൈജസ്റ്റ് ചെയ്താൽ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടേണ്ട, അബ്സോർബ് ചെയ്തെടുക്കേണ്ട ഒരു സാധനത്തിനെ ആസിഡ്സ് ആ കമ്പണന്റ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. മനസ്സിലായ? അപ്പൊ അതൊന്നും കൂടിയും അതിന്റെ ബയോ അവൈലബിലിറ്റി നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടേണ്ട റെക്കമെൻഡഡ് ഇതിനെക്കാട്ടിയും ചിലപ്പോൾ ഒരു ഇത്തിരി ഡോസ് കൂടുതലോ അല്ലെങ്കിൽ നിയർലി അതിനോട് സിമിലറോ ആയ ഡോസ് ആവും നിങ്ങൾക്ക് തരാം. അപ്പൊ അത് കഴിക്കുമ്പോൾ അതിന്റെ ബയോ അവൈലബിലിറ്റി ഒന്നും കൂടിയും പെട്ടെന്ന് കിട്ടും എന്നാണ് സപ്ലിമെന്റ് കഴിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ എത്ര വലിയ അമൃതവും നമ്മൾ കഴിക്കുമ്പോൾ ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടത് ഡൈജഷനാണ്. ചില ആൾക്കാർ പറയും ഞാൻ ഏറ്റവും ലക്ഷറി ഞാൻ കഴിക്കുന്നതിന് ദുബായിന്ന് വാങ്ങുന്നതാണ് 4000-4500 രൂപയാണ് 15 ദിവസത്തെ സപ്ലിമെന്റിന്. പക്ഷെ എനിക്ക് മുടിപ്പുള്ളും കൊഴിയുന്നുണ്ട്, അത് അങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ മറ്റേ വേദന ഉണ്ട്. വയറ്റിന് പോവാറുണ്ടാവില്ല എനിക്ക്, അല്ലെങ്കിൽ അതിന്റെ ഫോർമേഷൻ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ എന്താണെങ്കിലും
ഒരു സാധനം നമ്മൾ കഴിച്ചാൽ മരുന്നായിക്കോട്ടെ ഭക്ഷണം ആയിക്കോട്ടെ അത് നമുക്ക് ഡൈജസ്റ്റ് ചെയ്ത് അതിനുള്ള കാര്യങ്ങൾ നമ്മളെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യാനുള്ള ഒരു പാത്വേ കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് ബേസിക്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആയുർവേദ ഡോക്ടർ ചോദിക്കണ ശോധന എങ്ങനെയുണ്ട് എന്നുള്ള ചോദ്യം. മനസ്സിലായോ? അവിടുന്നാണ് അവിടെ കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മള് ഇമോഷണലി ഓക്കെ ആവും, ഫിസിക്കലി ഒക്കെ ഡൈജഷൻ പൂർ ആയാൽ മെറ്റബോളിസം സ്ലോവർ ആവും, പിന്നെ ഹോർമോൺ താളം തെറ്റും, പിന്നെ കോർട്ടിസോൾ അവിടെ കയറും. അവസാനം നമുക്കൊരു എനർജി ഉണ്ടാവില്ല, കാണുന്നവരോടൊക്കെ ദേഷ്യം. പിന്നെ നമുക്ക് സ്ത്രീകൾക്ക് ഒരു കുഴപ്പമുണ്ട്, എന്റെ സൈക്കിൾ ആവില്ല നിങ്ങളെ സൈക്കിള്, അതാവില്ല മറ്റാളെ സൈക്കിള്. ഇയാള് കരഞ്ഞിരിക്കുമ്പോ മറ്റാള് സന്തോഷിച്ചിരിക്കും, അപ്പൊ രണ്ടാളും നമ്മൾ ചേരൂല. ഇത് നമ്മൾ ചേരാത്തോണ്ടല്ല, നമ്മൾ ഹോർമോൺസ് ചേരാത്തോണ്ടാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന നമ്മൾ കൊടുക്കും ചിലപ്പോ തമാശയായിട്ട് സന്തോഷത്തിലുള്ള ആള് പറയുന്നത് വിഷമായിട്ടിരിക്കുന്ന മൂഡിലുള്ള ആൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. ഇതുപോലെ തന്നെയാണ് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളെ വീട്ടിലുള്ള അവര് മെനോപോസൽ ഏരിയയിലായിരിക്കും, ആകെ ഹോട്ട് ഫ്ലഷസും പ്രശ്നങ്ങളും, ഞാൻ ഒറ്റക്ക്. കാരണം അവര് ലൈഫിലത്തെ റിട്ടയർമെന്റ് ഫീസാണ്, ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തു. ചിലപ്പോ അവർ ലൈഫിൽ ആഗ്രഹിച്ച ഒന്നും നടക്കാണ്ട് ആ പ്രായേ തീർത്തിട്ടുണ്ടാവുള്ളൂ. നമ്മൾ ഈ ഓട്ടപ്പാച്ചിലിന്റെ ഇടയിൽ നമ്മൾ തിരിച്ചു വന്നിട്ട് ഇവരുടെ ഈ പരിഭവം പരാതി ഒന്നും എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കും ഉണ്ടാവില്ല. അങ്ങനെ സ്ത്രീകള് ഏജ് വൈസും മാസങ്ങളിലും പല സമയത്തായിട്ട് ഈ ഹോർമോൺ പ്ലേയിൽ കളിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മൾ സ്ലോ ഡൗൺ ചെയ്തിട്ട് നമ്മളെ മനസ്സിലാക്കി എന്തൊക്കെ നമ്മളെ ഭക്ഷണത്തിൽ, എന്തൊക്കെ നമ്മളെ ഉറക്കത്തിൽ വരെ, ഉറക്കത്തിന്റെ ടൈം വരെ, നമുക്ക് രാത്രി ഉറക്കം ഒഴിഞ്ഞുണ്ടോ പകൽ നമ്മൾ അതിന്റെ ഹാഫ് ടൈം ഉറങ്ങണം. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് നമ്മൾ ലൈഫ് സ്റ്റൈലിൽ നിന്ന് നമ്മൾ സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളൊരു ഹെൽത്തി വേർഷൻ ആവാൻ പറ്റും. പക്ഷെ അതിന് ആദ്യം വേണ്ടത് എന്താണ്? ഷീ ഫസ്റ്റ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം പ്ലേസ് ചെയ്യണം. എന്നിട്ട് ഈ മിത്ത സാധനങ്ങൾ അതിനൊക്കെ അങ്ങോട്ട് ബ്രേക്ക് ചെയ്യുക. അതൊന്നും ഉമ്മ ചെയ്ത് വിചാരിച്ച് നമ്മൾ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. അതിന്റെ എല്ലാതും നമുക്ക് സയന്റിഫിക്കലി ചിലപ്പോൾ പ്രൂവ് ചെയ്യാൻ പറ്റില്ലായിരിക്കും, പക്ഷെ ക്ലിനിക്കലി പ്രൂവൺ ആണ് പലതും. അതായത് ആ പ്രാക്ടീസ് ഗുണമാണോ മോശമാണോ എന്നുള്ളത് പ്രൂവൺ ആണ്. നമുക്ക് വേണ്ടിയിട്ടുള്ള ഓയിൽസ്, നമ്മളെ ക്രീം, നമ്മളെ എല്ലാം നമുക്കായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാം. നമ്മളെ ഏജ്, നമ്മളുടെ ബോഡി ടൈപ്പ്, ഇതേപോലെ തന്നെ ഗ്രൂമിങ്ങും വേണം നമുക്ക്. നമ്മൾ എങ്ങനെ സുന്ദരമായിട്ടിരിക്കേണ്ടത് വെച്ചാൽ നമ്മുടെ സൗന്ദര്യത്തിന് നമ്മൾ എൻഹാൻസ് ചെയ്യുക. ചിലപ്പോ നമുക്ക് മുടി ഇങ്ങനെ നേരെടുക്കുന്നതായിരിക്കും, അപ്പൊ ചിലപ്പോ എല്ലാത്തിലും നമ്മൾ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയാണ്, ഒരു സംശയമല്ല. ഇല്ലല്ലോ ശബ്ദ മാം? ഒരു സംശയമില്ല. ഇനി എന്തെങ്കിലും കാര്യം ഞാൻ പറയാത്തുണ്ടോ? സത്യത്തില് ഇതൊന്നും ഒരു മണിക്കൂറിൽ തീരൂല കേട്ടോ, അത്രയും വലിയൊരു സംഭവമാണ്. പക്ഷെ ഞങ്ങൾക്ക് സമാധാനം ഉണ്ട്, കാരണം ഓൾറെഡി ഈ ഡോക്ടർ ഷെഹന എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് കുറെ കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്, അറിയാനുണ്ട്, മനസ്സിലാക്കാനുണ്ട് എന്നുള്ള ആ ഒരു എസ്പെഷ്യലി ഈ കഷായത്തിന്റെ മണാണ് ആയുർവേദം എന്ന് കേൾക്കുമ്പോൾ തന്നെ ചെറുപ്പം മുതൽ വരാറുള്ളത്. പക്ഷെ ഇപ്പൊ കുറേയും കൂടെ ഹൈജീനിക് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിലുണ്ട് എന്നുള്ളത് ഇപ്പൊ മനസ്സിലാക്കി തുടങ്ങി. കുറെ ആയിട്ട് തന്നെ ഇപ്പോ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ കുറച്ചും കൂടെ നമ്മളിപ്പോ അറിയുന്നുണ്ട് നല്ല വശങ്ങള്. യങ് എന്താ വളരെ യങ് ആയിട്ടുള്ള ആളുകളാണ് ഇപ്പോ ആയുർവേദം പ്രൊമോട്ട് ചെയ്യുന്നത്. മറ്റേ കുറെ എന്താ പറയാ കുറെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകള്, അതെ അതെ, പ്രായമായിട്ടുള്ള അതായത് ആളുകളുടെ പ്രിവെന്റീവ് മെഡിസിൻ ആണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിലൊരു താല്പര്യം വരും. ഒന്ന്, പിന്നെ ഞാനൊക്കെ എന്റെ പേഷ്യൻസ് വരുമ്പോൾ ഞാൻ പറയാറുണ്ട്, കുറച്ച് ദിവസം വന്നാൽ മതി, ഇങ്ങനെയൊക്കെയാണ്, ഇത് കറക്റ്റ് ചെയ്താ നിങ്ങൾ. പക്ഷെ നമ്മളൊരു ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്ത് കൊടുക്കുക, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഇതൊക്കെയാണ്. അസുഖമുള്ള ആളെ ട്രീറ്റ് ചെയ്യുക, പക്ഷെ അസുഖം ഇല്ലാത്ത ആളെ ഡോക്ടറെ അടുത്ത് പോകണം. എന്തിനാ വെച്ചാൽ അസുഖം വരാണ്ടിരിക്കാൻ എന്റെ ഏജ് വൈസ് ഞാൻ എന്തൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്യണം. ആ സാധനമാണ് ആയുർവേദം എന്ന് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ് ചിലർക്ക്. പക്ഷെ തീർച്ചയായിട്ടും കുറെ അവയർനെസ് നമുക്ക് കിട്ടുമ്പോഴേ നെക്സ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ഒക്കെ കുറേയും കൂടെ കെയർ ചെയ്യാനൊക്കെ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇപ്പൊ ഇതില് എനിക്ക് ഒന്നും കൂടെ പോയിന്റ് ചെയ്ത് പറയാനുള്ളത്, പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ മക്കൾക്ക് ആദ്യം കൊടുക്കുന്ന കെയർ എന്തൊക്കെയോ വെച്ച് കാണിച്ചു കൊടുക്കുന്നത് തെറ്റന്നെയാണ്. അവരെ ഇവിടെ സെഷന് വന്നപ്പോ ഒരു കുട്ടി ഭയങ്കര ഭയാണ് ഉണ്ടായത് എന്നാണ് പറഞ്ഞത്. കാരണം
ഈ വീട്ടുകാരുടെ ഈ ഫുഡിന്റെതും എന്തോ ഒരു ഉം. ആടെ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിൽ കുട്ടിക്ക് വേണ്ട മെന്റൽ ഹെൽത്തും അവൾക്ക് വേണ്ടത് എന്താണ് എന്നതിനേക്കാൾ ഉപരി ഒന്നും കുറെ കിട്ടിയില്ല. ഉപദേശം, ഇഷ്ടമില്ലാത്ത കുറെ ഫുഡുകള്, പ്രഷർ, മറ്റുള്ള ഉം. ഉം. കാര്യങ്ങളൊക്കെ ആ ഒരു ഉം. പീരീഡ് ആലോചിക്കാനേ ഇഷ്ടമില്ലാണ്. അങ്ങനെ ഒരു ട്രോമയിലൂടെ പോകുന്നുണ്ട് പലരും ആ ഒരു പീരീഡില്. പക്ഷെ എന്താ പറയാ, അവയർനെസ് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് പാരന്റ്സിന് ഇനിയിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾക്കൊക്കെ ഇങ്ങനെ അറിയുകയാണെങ്കിൽ ഉം. നമുക്കൊക്കെ ഇനി പല മാറ്റങ്ങളും കൊണ്ടുവരാൻ പറ്റും. കുറെ അതെ ആളുകൾ അതെ ഇത് അതെ. അറിയണം. ഇപ്പൊ നോക്ക് പോസ്റ്റ് നാറ്റൽ കെയർ സെന്റേഴ്സ് നല്ല കൂടുതൽ. അപ്പൊ നമുക്കും ഉണ്ട് സെന്റർ. അപ്പൊ അതിലൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വീഡിയോസ് കാണാം, ഭയങ്കര നറിഷിങ് ഫുഡാണ് അവരുടെ ഹൈലൈറ്റ്. സത്യത്തിൽ പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നത് ഒരു 10 ഡേയ്സോളം നോൺ വെജ് ഒഴിവാക്കാനാണ്. അതായത് ഡൈജഷൻ ഇമ്പ്രൂവ് ആവണ വരെ. പിന്നെ നമ്മൾ പണ്ട് ഈ ഉമ്മാരൊക്കെ നമ്മളെ വിളിച്ച് ചോദിക്കുക ധന്വന്തരം കൊടുക്കോ മോൾക്ക്, ചോദരത്ത് കൊടുക്കോ, അവരങ്ങോട്ട് തീരുമാനിച്ച നമ്മളോട് ചോദിക്കേ. നമ്മളെല്ലാരും ഓവർ നറിഷ്ഡ് ആയിട്ട് അസുഖമുള്ള ആൾക്കാരാണോ അണ്ടർ നറിഷ്ഡ് ആയിട്ട് അസുഖമുള്ള ആൾക്കാരാണോ? നിങ്ങൾക്കൊക്കെ എന്താ തോന്നുന്നത്? നമ്മൾ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റി, ഞാൻ അടക്കമുള്ള ആൾക്കാരായിട്ടാണ്, നമ്മൾ ഭയങ്കര ഓവർ നറിഷ്ഡ് ആണ്. നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. നമ്മൾ ആഗ്രഹിച്ചതിന്റെ അപ്പുറം. ഇപ്പൊ നമ്മൾ പുറത്തു പോയി എല്ലാം കഴിച്ച് തിരിച്ച് വീട്ടിൽ വന്നോണ്ടിരിക്കുമ്പോ ഒരു ഒരു ഡെസേർട്ടിന്റെ ഷോപ്പ് കൂടുതലാണ്. ഞാനും കഴിക്കാറുണ്ട് കേട്ടോ. ഞാൻ ഇതൊന്നും ഇപ്പൊ ആയുർവേദ വെച്ചിട്ട് ഇതൊന്നും കഴിക്കാത്ത, എന്താ പറയാ, വെറും ആയുർവേദിക് ലൈഫ് സ്റ്റൈലിൽ പോകുന്ന ആൾക്കാരൊന്നല്ല. നമുക്കും ചീറ്റ് ഡേ ഉണ്ട്. പക്ഷെ നമ്മൾ ബാലൻസ് ചെയ്യും. ഒരു സമയത്ത് ഇത് കയറ്റി അടുത്ത സമയത്ത് നമ്മളത് കുറക്കും, അങ്ങനെ ചെയ്യും. പക്ഷെ നമ്മൾ അപ്പോഴും എന്ത് ചെയ്യും, എന്തായാലും ഇപ്പൊ ഇത് പുതിയൊരു സാധനം വന്നല്ലേ, ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ മൈൻഡ് അതാണ്. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്, ഫിനാൻഷ്യൽ സൗണ്ട് കൂടുതലാണ്. സൗണ്ട് ഇല്ലെങ്കിലും നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് ട്രൈ ചെയ്യും. അപ്പൊ മിക്കവാറും ഓവർ നറിഷ്ഡ് ആയിട്ടുള്ള പ്രോബ്ലം ആണ് നമുക്കുള്ളത്. അങ്ങനെ ഒരു സ്ത്രീ ഗർഭിണി ആവുമ്പോ ഗർഭമാണല്ലോ എന്ന് വെച്ച് വീണ്ടും നറിഷ്മെന്റ് കൊടുക്കും. എന്നിട്ട് ഡെലിവറി കഴിഞ്ഞ സമയത്ത് വീണ്ടും നറിഷ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരാളെ അവസ്ഥ എന്താ? അങ്ങനെയാണ് നമ്മളെ പാരന്റ്സും ഒക്കെ പലരും ഇങ്ങനെ ആയത്. അതിന്റെ പഴയ ജനറേഷൻ എന്ന് പറയുമ്പോൾ നറിഷ്മെന്റ് ഒന്നുമില്ല അവർക്ക്. പണിയാണ്. പണിയെടുത്താ വാദം കൂടുന്ന, വാദം കൂടിയ ഡ്രൈ ആയിരിക്കും ബോഡി. അവിടെ എത്ര ഭ്രമണം കൊടുത്താലും എന്താണ്, വലിയ പ്രശ്നമൊന്നുമില്ല. ധന്വന്തരം കഷായം കുടിച്ചാൽ അവർക്ക് ഗുണമാണ്. ഇന്ന് ഒരു പേഷ്യന്റ് പ്രസവിച്ച് വന്ന് ധന്വന്തരം കഷായം കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യന്റെ കാര്യം പൊക്കാം. അവർക്ക് മോഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഭയങ്കര പ്രശ്നം. അപ്പൊ അത് അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അയാളല്ല, അന്ന് പ്രസവിച്ച സ്ത്രീയല്ലേ ഇന്ന്. അന്നത്തെ സയൻസിൽ പറഞ്ഞ സ്ത്രീകളുടെ സിറ്റുവേഷനിൽ കൂടെ അല്ല ഇന്നത്തെ ആൾക്കാർ പോണേ. അപ്പൊ ഒരാളെ സിറ്റുവേഷനും അയാൾ എന്താണ് എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഓരോ കാര്യത്തിലും. അപ്പൊ അതൊന്നും ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ നമ്മൾ പോയ കാരണമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. പല ആൾക്കാർക്കും ഡെലിവറി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് മെൻസ്ട്രൽ പ്രോബ്ലംസ് വരുന്നതിന്റെ ഒരു റീസൺ അതാ. അപ്പൊ നിങ്ങളെ കാര്യങ്ങൾ വരുമ്പോ നമ്മളുടെ ചുറ്റിലും നമുക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റിയ ആൾക്കാരെ വരുമ്പോ ഇങ്ങനെയൊക്കെയാണ്, അതൊന്ന് ആലോചിച്ചിട്ട് ചെയ്തോളാൻ പറയും. കൺസൾട്ട് ചെയ്ത് കൺസിഡർ ചെയ്യും. പക്ഷെ എവിടെയും പോയി പോസ്റ്റ്മോർട്ടം കെയറിൽ തന്നെ എടുക്കണമെന്നൊന്നുമില്ല. വീട്ടിൽ നിന്ന് എടുക്കണമെങ്കിലും ഗോ ആൻഡ് കൺസൾട്ട് ആൻഡ് ഫൈൻഡ് വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ യു. നമ്മൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ. ഇവിടുന്ന് ഇപ്പൊ 6 കിലോ 10 കിലോ ഒക്കെ കുറച്ച് പോയ പേഷ്യൻസ് ഉണ്ട്. 15 കിലോ കുറച്ച പേഷ്യന്റ് കഴിഞ്ഞ വീക്ക് പോയ 15 കിലോ 30 ഡേയ്സിൽ വെയിറ്റ് ലോസിനൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ നല്ല അനുസരണമുള്ള പേഷ്യന്റ് ആയിരുന്നു. നടക്കും കറക്റ്റ് ആയിട്ട്, ഈവനിങ് വാക്ക് എടുക്കും, മെഡിറ്റേഷനും നമ്മളെ കൗൺസിലിംഗ് സെഷൻ എടുത്തിട്ടുള്ള പേഷ്യന്റ് ആണ്. അതുപോലെ തന്നെ യോഗ ചെയ്യാൻ പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ചെയ്യും. നമ്മളെ വീട്ടിൽ പ്രസവിച്ചിട്ട് നമ്മൾ യോഗ ചെയ്യാൻ സമ്മതിക്കും, നടക്കാൻ സമ്മതിക്കും, ഒന്നുമില്ല. ഇവിടെ ഊഞ്ഞാലാടും, ഇവിടെ ഇവരെല്ലാരും സംസാരിക്കും. നമ്മൾക്ക് മാറണം എന്ന് വെച്ചാൽ പോസ്റ്റ്മോർട്ടത്തിൽ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഒന്നുമില്ല, റിക്കവറി ആണ്. ആ റിക്കവറിനെ ഫാസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വിചാരിക്കണം ഈ സമയം എന്തിനാ റെസ്റ്റ് എടുക്കണേ. ഒന്ന് എല്ലാം സ്ലോ ഡൗൺ ചെയ്ത് നമ്മളെ ആരോഗ്യം, പ്രസവിച്ച ക്ഷീണം മാറ്റിയെടുക്കുക, നമ്മളെ ബേബിനെ നോക്കാനുള്ള ഹെൽത്ത് നമുക്ക് എടുക്കുക. ഇത് രണ്ടും കിട്ടൂല. കിടന്ന് സ്റ്റിഫായി മാറും നമ്മള്. മലർന്നേ കിടക്കാൻ പാടുള്ളൂ. ഒരിക്കലും ഇല്ല കേട്ടോ. കമന്നും കിടക്കുക, ചെരിഞ്ഞ് ഞാൻ കമത്തിയൊക്കെ കിടക്കും. സിസേറിയൻ കഴിഞ്ഞ ആൾക്കാരോട് ഞാൻ വേഗം പറയും കമന്ന് കിടന്നോ, നല്ല ബ്രീത്ത് എടുത്തോ, സ്റ്റിച്ച് ഇപ്പൊ ഉണങ്ങിക്കോളൂ, ഒരു പേടി മേടിക്കണ്ട. ദാറ്റ്സ് ദ ബെറ്റർ തിങ്. പിന്നെ നമ്മൾ വിചാരിക്കും, ഇനി എനിക്ക് പറയാനുള്ള എന്റെ ലൈഫ് എക്സ്പീരിയൻസിലാണ് ഞാൻ പറയണേ, സ്ട്രെസ്. എല്ലാവരും വിചാരിക്കും അപ്പൊ ടെൻഷൻ വരുന്ന കാര്യങ്ങളാണ് സ്ട്രെസ് എന്നല്ലേ. എന്റെ ലൈഫിൽ പാഷൻ ആണ് എനിക്ക് ഏറ്റവും വലിയ സ്ട്രെസ്. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിന്റെ ആളാണ്. ഭയങ്കര എക്സൈറ്റ്മെന്റ് എനിക്ക്. ഒരു കാര്യം ചെയ്യാന്ന് പറയുമ്പോഴത്തേനും അതങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ഭയങ്കര അത് സ്റ്റാർട്ട് ചെയ്യാനും ലീഡ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്.
എനിക്ക് ക്യാൻസർ വന്നിട്ട് 4th സ്റ്റേജ് ആയിട്ടാണ് ഞാൻ ഡയഗ്നോസ് ആയത്. CA തൈറോയിഡ് ആയിരുന്നു, എക്സ്റ്റൻഷൻ ഒക്കെ വന്നിട്ടാണ് അറിഞ്ഞത്. കാരണം എന്റെ എക്സൈറ്റ്മെന്റ് കൊണ്ടാണ് അറിയാണ്ട് പോയത്. വേറൊരു പേഷ്യന്റിന് അസുഖം വന്ന് ഞാൻ ഡയഗ്നോസ് ചെയ്തപ്പോഴാണ് കുറച്ചു നേരത്ത് ഫുള്ള് ഇരിക്കുന്നുണ്ടല്ലോ, ഞാൻ എന്തേ നടക്കണേ എന്നുള്ളൊരു മൈൻഡിൽ പോയിട്ട് ഫിക്സ് ചെയ്ത് പോയി. ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോ ഓക്കെ, ഒരുവിധം പ്രശ്നമായിട്ടുണ്ട്. 3 ഇയേഴ്സ് ആണ് എനിക്ക് പ്രോഗ്നോസിസ് പറഞ്ഞത്. 3 വർഷം കഴിഞ്ഞ മാക്സിമം 3 വർഷം മുന്നോട്ട് പോവാന്നുള്ള ഒരു രീതിയിലാണ് ഡയഗ്നോസ് ചെയ്തത്. അത് കഴിഞ്ഞ് ഒരു 5 മന്ത്സ് കഴിഞ്ഞിട്ട് വീട്ടിൽ പ്രസന്റ് ചെയ്തത്. കാരണം ഇപ്പൊ നമുക്ക് നോർമൽ ആൾക്കാരാണ്, അപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് പറയാൻ പറ്റില്ല. അവരുടെ അടുത്ത് കുറച്ച് സിംറ്റംസ് ഒക്കെ കാണിച്ച് എന്തോ അസുഖം ഉണ്ടെന്നൊക്കെ വരുത്തിയിട്ടേ പറയാൻ പറ്റുള്ളൂ. ആ ഒരു സ്റ്റേജ് ഒക്കെ കഴിഞ്ഞ് പറഞ്ഞു. ഇപ്പൊ ഞാൻ പറയേണ്ടത് എന്താ വെച്ചാൽ, പാഷൻ നമുക്ക് കൂടിയാലും പ്രശ്നമാണ്. ഫിസിക്കൽ പെയിൻ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരും. മെന്റലി പറഞ്ഞാൽ ആരെങ്കിലും മരിച്ചു പോയാൽ എല്ലാവരും ഒന്ന് കൂടി ഇരുന്ന് സമാധാനിപ്പിച്ച് കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ നമ്മളുടെ ഇതിൽ 40 ദിവസം എല്ലാരും വന്ന് പോവാ പിടിക്കാൻ പറഞ്ഞ എന്തിനാ? മൂഡ് ചേഞ്ച് ചെയ്യാനാ. അതും കൂടെ ഉണ്ട് അതില്. അങ്ങനെ ഓരോ കഷ്ടത്തിലുണ്ട്. റീസൺ അങ്ങനെ പോവരുത്, ആ വിഷമം പറഞ്ഞ് തീരാ, അവരെ വെറുതെ വിടുക, പോയ ആൾക്കാരെ വിടുക, അതൊക്കെ നടക്കും. പക്ഷേ ഫിസിക്കൽ പെയിന് ഉമ്മ സഹിച്ചോണ്ട്, ഭർത്താവ് സഹിച്ചോണ്ട്, മക്കൾ സഹിച്ചോണ്ട് ഒന്നും പോകൂല. നമ്മൾ ഒറ്റയ്ക്ക് സഹിക്കണം. അപ്പൊ ഇത് വരാണ്ടിരിക്കാൻ എല്ലാത്തിനും ഒരു ലിമിറ്റ് നമ്മൾ വെക്കണം. നമ്മളെ ജോലിക്കാണെങ്കിലും, നമ്മളെ ഇഷ്ടപ്പെട്ട കാര്യത്തിനാണെങ്കിലും, നമ്മളെ ടെൻഷൻസിനാണെങ്കിലും ഒക്കെ ഒരു ലിമിറ്റ്. ആ ഒരു ലിമിറ്റ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല രസമായിരിക്കും. വെച്ചില്ലേ നല്ല പാടായിരിക്കും. ഓക്കെ. യെസ്, ഷെഹന, ഡോക്ടർ ഷെഹന, വളരെയധികം സന്തോഷമുണ്ട്. ഈ ഒരു സെഷൻ എന്ന് പറയുമ്പോൾ കുറെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അറിയാത്തത് എത്രത്തോളം ആണെന്ന് നമുക്ക് അറിയില്ല. അത്രമാത്രമാണ് അറിയാത്തത്. പക്ഷെ നമ്മളൊക്കെ കുറച്ച് കിട്ടുമ്പോഴത്തേനും എനിക്ക് എല്ലാം അറിയാം എന്നുള്ളൊരു ഭാവത്തിൽ വരുമ്പോൾ നമുക്ക് ഇനി ആര് തന്നെ എന്തെന്നെ പറഞ്ഞു തന്നാലും നമുക്കത് ഗ്രാബ് ചെയ്യാനോ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാനോ ഒന്നും പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ആദ്യം സ്ത്രീകൾ എന്ന് പറയുന്ന, ഇനിയിപ്പോ ഏത് പ്രൊഫഷനിൽ ഇരിക്കുന്ന ആളുകളാണ് എങ്കിലും അവനവന് വേണ്ട ഫസ്റ്റ് എന്താണ് നമുക്ക് വേണ്ടത് അത് പഠിക്കുക. അതിലെന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരികയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയണത്, സഖിയിലൂടെ ആർക്കെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് വരികയാണെങ്കിൽ അത് വരുന്ന കാലങ്ങളിൽ അവരുടെ നെക്സ്റ്റ് ജനറേഷനും ഒക്കെ തന്നെ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും ഡോക്ടർ ഷഹന ജലീലിന്റെ ഇന്നത്തെ സെഷൻ വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്നതിനേക്കാൾ ഉപരി നമ്മളെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ചിന്തിപ്പിക്കുന്ന സെഷനായിരുന്നു. അപ്പൊ ഇവൻ എന്റെ കാര്യം കൂടെ ഞാൻ ഞാൻ ചിന്തിച്ച കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒരു ഭാഗം നമുക്ക് നന്നായിട്ട് അറിയായിരിക്കും, മറ്റൊരു ഭാഗം ഒന്നും അറിയുണ്ടാവില്ല. അപ്പോ വളരെയധികം ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ എക്സ്പ്രസ് ചെയ്യാണ്. തീർച്ചയായിട്ടും ഇനിയും സഖിയില് ഡോക്ടർ ഷഹനയെ കാണാൻ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. സഖിയിലൂടെ ഒരുപാട് പേരെ, നമ്മുടെ ഉദ്ദേശം തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ കുറെ ആളുകൾ വരണം, അവർക്കൊക്കെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൊടുക്കണം. മെന്റൽ ഹെൽത്തോ ഫിസിക്കൽ ഹെൽത്തോ ഇനി സന്തോഷം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമുക്കത് കൊടുക്കാൻ പറ്റണം. കുറെ ആയിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു, പല കാര്യങ്ങളും കൊണ്ട് കുറച്ച് ഡൗൺ ആയി. പക്ഷെ ഇന്ന് ഷെഹന വന്നപ്പോ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ ഒരു എനർജി ഒക്കെ തിരിച്ചു കിട്ടിയില്ലേ? യെസ് ഇന്ത്യ അല്ലേ? എല്ലാവരും ആദ്യം ക്യാമറ ഓൺ ചെയ്ത് എല്ലാവരും എനിക്ക് മോള് കുറച്ചൊരു പ്രശ്നം ഉണ്ടായിനി, അതുകൊണ്ട് കുറെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായി. പക്ഷെ എന്നാലും ഞാൻ ഇത് രസമുള്ള ടോപ്പിക്കാണ്, ഞാൻ എങ്ങനെയോ മാനേജ് ചെയ്ത് കേട്ടോ. ഓക്കെ, എല്ലാവരും ക്യാമറ ഓൺ ചെയ്യാട്ടോ. അപ്പൊ തീർച്ചയായിട്ടും ഷാന വളരെയധികം ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് എല്ലാവരുടെ പേരിലും. സഖിയുടെ പേരിലും ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ്. ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു എനർജിയും ഈ ഒരു സന്തോഷവും ഈ ഉള്ളിൽ നിന്ന് നന്നാവണം എന്ന് കരുതിയിട്ട് ഒരാളെ ട്രീറ്റ് ചെയ്യുക എന്ന് പറയാൻ എനിക്ക് ഇഷ്ടമല്ല. അതായത് ചേർത്ത് പിടിച്ചിട്ട് അവരുടെ ഒരു ഹാപ്പിനെസ് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, എമ്പതിയോട് കൂടിയിട്ട് തന്നെ. അത് വളരെയധികം എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല. അത് നമുക്ക് ഷാനയിൽ ഒരുപാട് നമുക്ക് കാണാൻ കഴിഞ്ഞു. വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഒരു സെൽഫി എടുത്തിട്ട് ബാക്കി ഞാൻ പറയാം കേട്ടോ. ഉള്ളവരൊക്കെ ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ക്യാമറ ഓൺ ചെയ്യുക. മാത്രമല്ല ഒന്ന് ചിരിച്ചിരിക്കുക കേട്ടോ. നമ്മൾ ചിരി കാണാൻ ആരും ഉണ്ടാവില്ല, നമുക്ക് വേണ്ടിയിട്ട് തന്നെ ചിരിക്കുക. ഓക്കെ, ഒന്ന് പുഞ്ചിരിക്കൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവരുടെ ലൈഫിലും ഒരുപാട് സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാവട്ടെ. ഒന്ന് രണ്ട് പേർക്ക് പെട്ടെന്ന് തന്നെ ഒരു ഫീഡ്ബാക്ക് പറയാം, അതൊക്കെ അല്ലേ ഒരു സന്തോഷമുള്ള. യെസ്, ഇന്നത്തെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ നിങ്ങൾക്ക് തോന്നിയ പെട്ടെന്ന്?
ഷീസ് ഫസ്റ്റ്. ആരാ വരുന്നേ? ഇതിൽ ആര് ഫസ്റ്റ് വരാനുള്ളവരില്ലേ? ഞാൻ തന്നെ പറയട്ടെ. ഓ തീർച്ചയായിട്ടും. അല്ല, ഭയങ്കര ഇതായിരുന്നു. എന്താ ഭയങ്കര പ്രൊഫഷൻ അങ്ങനെയല്ല, നല്ല നമുക്ക് സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവണ മാതിരി അങ്ങനെ തന്നെയായിരുന്നു. ഭയങ്കര കടുകട്ടി വാക്കുകൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ ഡെയിലി ലൈഫായിട്ട്. ശരിക്കും പറഞ്ഞ ആയുർവേദത്തിന്റെ ഈ സംഭവം ഇല്ലേ, ഫസ്റ്റ് പീരീഡ്സ് ആകുമ്പോഴുള്ള സംഭവം, അങ്ങനത്തെ കുറെ ഇതൊക്കെ നമ്മള് അതൊക്കെ ഇന്ന് പറഞ്ഞപ്പോഴേ, അതുകൊണ്ട് നമുക്ക് സാധാരണ ഉള്ളവർക്ക് കണക്ട് ആയി കാര്യങ്ങളൊക്കെ. ഇങ്ങനത്തെ മിത്തുകൾ ഒഴിവാക്കണ പറഞ്ഞില്ല. ഈ ആയുർവേദം എന്ന് പറയുമ്പോൾ ബേസിക്കലി അങ്ങനെ പറയില്ല. ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലായാലും ഒക്കെ കാണുമ്പം ഈ ആയുർവേദത്തിന്റെ സംഭവം ആകുമ്പോൾ അതിനടിയിൽ അങ്ങനെ ഒരു പറച്ചിലുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല. അതിന്റെ അതായത് ശരിക്കും അതിലേക്ക് അതിന്റെ വിവരം ഉള്ള ആൾക്കാരുടെ അടുത്ത് പറയുമ്പോൾ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പും കാര്യങ്ങളും കിട്ടുന്നുള്ളത്. പിന്നെ ഈ തൊട്ട് കൗശലം വേണ്ട എന്നുള്ളൊരു കാര്യം. ഇത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ സോഷ്യലി ആയുർവേദത്തിൽ ഇപ്പൊ ഡോസ് അനുസരിച്ച് ഡോസ് ഇല്ലാണ്ട് നമ്മൾ എന്ത് കഴിച്ചാലും പ്രശ്നമാന്ന് പറയുമ്പോൾ ചില ഡോക്ടേഴ്സ് തന്നെ പറയും നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോ ശരിക്കും ആയുർവേദം പ്രശ്നമാന്നുള്ള രീതിയിലാണ്. സത്യമാണ്. ആയുർവേദവും അലോപ്പതിയും ഫുഡും ഒക്കെ പ്രശ്നം തന്നെയാണ്. അപ്പൊ അതായത് നമ്മൾ ആയുർവേദക്കാരെ പേടി എന്താ വെച്ചാൽ നമ്മൾ തുറന്ന് ചില കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ആയുർവേദത്തിന് എല്ലാവരും പേടിക്കോ എന്നുള്ളതാണ് ചില ആൾക്കാരുടെ. പക്ഷെ കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സോഷ്യലി ഇത് ഇന്ന പോലെയാണ്, ഇന്നതാണ് അതിന്റെ ശരി, ഇന്ന രീതി പോയാൽ മതി എന്ന് പറയാനുള്ള ഒരു അവർക്ക് ആ സമയം എടുക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ഈ സ്കൂളിൽ പോകുമ്പോഴും സ്നേഹം പോലെ നമ്മൾ അല്ലേ? എടുക്കുന്നതാ. അതാണ്. അത് ഏത് സ്നേഹം വളരെ രീതിയിൽ എവിടെ അടിപൊളിയാണ്. എങ്ങനെ പക്ഷെ എന്നുള്ളതാണ്. അതെ, സ്നേഹം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർ വേദനിക്കണതും പ്രയാസപ്പെടണതും ഒക്കെ തന്നെ. അപ്പൊ എല്ലാതും അതുപോലെ തന്നെയാണ് ട്ടോ. ഏതൊരു കാര്യമാണെങ്കിലും നേരത്തെ ഷെഹിൻ ഷെയ്ന ആ ഒരു രണ്ടു വാക്ക് പറഞ്ഞോളൂ. ഇങ്ങനെ ഇന്നത്തെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അൺമ്യൂട്ട് ചെയ്താലാണ്, മൈക്ക് ഓൺ ചെയ്താലാണ് കേൾക്കുള്ളൂ കേട്ടോ. മൈക്ക് ഓൺ അല്ല. പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓൺ ആവുന്നില്ലേ? കുട്ടികളെ ഹലോ, ഇപ്പൊ കറക്റ്റ് യെസ്, ആയില്ലേ? ആണ് പറഞ്ഞോളൂ. കുറെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മള് പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാല് ഉമ്മമാരെ അടിച്ചേൽപ്പിക്കുകയാണ് നമ്മൾ അത് കഴിക്കണം ഇത് കഴിക്കണം എന്നുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ ഡോക്ടേഴ്സ് പറയണത് ഇതൊന്നും കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ അത് എന്താന്നുള്ളത് ഒരു സംശയമായിട്ടാണ് നിന്നിരുന്നത്. അതിന് നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് ഡോക്ടർ മാം നമുക്ക് അതിനുള്ള നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്ക് അതിന്റെ ആൻസർ എനിക്ക് കിട്ടി. ബാക്കിയുള്ളവരുടെ കാര്യം എങ്ങനെയാന്നുള്ളത് അറിയില്ല. ഷെഹിനാക്ക് തീർച്ചയായിട്ടും അത് നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമായിരിക്കും. കാരണം 5 കുട്ടികളാണുള്ളത്, 4 പെൺകുട്ടികളും ഒരു ആൺകുട്ടികളും. ഒരു ആൺകുട്ടിയും CA മുതൽ ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഉമ്മമാർക്ക് വലിയൊരു ആശ്വാസമാവും എന്നാണ് അതെ, തോന്നുന്നത് ഇങ്ങനെയുള്ള കാരണം എനിക്ക് കാര്യങ്ങൾ. ഫസ്റ്റ് എന്റെ മൂന്നാമത്തെയും നാലാമത്തെയും ഡെലിവറി കഴിഞ്ഞിട്ട് പോരുമ്പോ ഡോക്ടർ എന്നോട് പറഞ്ഞ കഷായം കഴിക്കരുത്, ലേഹ്യങ്ങൾ കഴിക്കരുത് എന്നൊക്കെയാണ്. പക്ഷെ വീട്ടിൽ വന്നിട്ട് ഡോക്ടർ അതൊക്കെ പറയൂ, നീ കഴിച്ചോന്ന് പറഞ്ഞിട്ട് അല്ല, ഹസ്ബൻഡിന്റെ വീട്ടിൽ ഇതിലെന്താണെന്നറിയോ പ്രശ്നം? കഷായവും ലേഹ്യവും എത്ര കഴിക്കണം, എന്ത് കഴിക്കണം എന്നുള്ളത് എല്ലാവർക്കും ഒരേപോലെ അല്ല എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ സൂപ്പർവിഷൻ ഇല്ല. ഇപ്പൊ ഈ ഒരു മെയ്ഡ് നിൽക്കുമ്പോ നമ്മൾ ഈ വെള്ളം വീത്തികൾ എന്ന് അവരെ പേരിട്ടിട്ടുള്ള അങ്ങനത്തെ ആൾക്കാർ വന്ന് നിൽക്കുമ്പോ അവര് പറയുന്ന വെച്ചാൽ ഞാൻ 10 ആൾക്ക് നിന്നിട്ടുണ്ട്, 100 ആൾക്ക് നിന്നിട്ടുണ്ട്, അപ്പൊ എനിക്കറിയാം എന്താ തരേണ്ടത്. നല്ല തിളച്ച വെള്ളം ഒഴിക്കുന്നത്, വയറ് താഴ്ന്നൊന്നും ഉടുത്തി കിട്ടേണ്ട ആവശ്യമില്ല. ഈ തൊടയുടെ ഇട പൊട്ടി ഹൈജീൻ ഇല്ലാണ്ട് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ബാത്റൂമിൽ പറഞ്ഞ് പുറത്തേക്ക് വരേണ്ട അവസ്ഥ വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. വയറ് കുറയ്ക്കാനാന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴും ഇതുപോലെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, സ്ഥലങ്ങളുണ്ട്. കഴിഞ്ഞ വീക്ക് തൃശ്ശൂരിൽ നിന്ന് ഒരു കുട്ടി വന്നു. ഇവിടെ വന്നിട്ട് ബെഡ് കൊണ്ടേക്ക് എന്നോട് ചോദിച്ചു ബെഡിക്ക് എടുക്കാൻ പറ്റുമോ. ഡെലിവറി കഴിഞ്ഞ് 12 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത്. വീട്ടിൽ പായ ഇട്ടിട്ട് കട്ടുമ്പോ പായ ഇട്ടിട്ടാ കിടത്തിയത്. അങ്ങനെ കിടക്കണം എന്ന് പറഞ്ഞിട്ട് മലർന്ന് കിടന്ന് തണ്ടൽ വേദന കൂടിയിട്ടാ കുട്ടി വന്നത്. 10 ദിവസത്തെ ട്രീറ്റ്മെന്റ് എടുത്തുള്ളൂ. ഇവിടുന്ന് പോകുമ്പത്തിന് ആൾ ഓക്കെ ആയി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് നോക്ക്. സൂപ്പർവിഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരു ആയുർവേദം മരുന്ന് കഴിക്കുമ്പോൾ സൂപ്പർവിഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ കുട്ടിക്ക് ആയുർവേദ മരുന്ന് കഴിച്ചു കഴിഞ്ഞാല് വയറ് വീർക്കും, അതാവും ഇതാവും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് ആയുർവേദ മരുന്ന് കഴിക്കണമെന്നില്ല. നമ്മൾ ഫുഡ് കഴിച്ച് അനങ്ങാണ്ട് കിടന്നാലും കുട്ടിക്ക് ഗ്യാസ് ഫോം ചെയ്യും. നമ്മള് വീട്ടിൽ നിന്ന് 10 നേരം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണോ നോർമൽ ഡേയ്സിൽ? അല്ല.
ഡെലിവറി കഴിഞ്ഞാൽ നമ്മളോടുള്ള സ്നേഹമല്ല, കുട്ടിക്ക് പാല് ഉണ്ടാവില്ല എന്നുള്ള പേടി കാരണം ഇടയ്ക്കിടയ്ക്കിടയ്ക്കിടയ്ക്ക് ഫുഡ് തരും. നേരത്തെ തിന്നത് ദഹിച്ചോന്ന് നോക്കാണ്ട് തന്നെ ഫുഡ് തരും. ഞാൻ ഇവിടെ ഫുഡ് കൊടുക്കുന്നത് 7 നേരമൊക്കെ ആയിട്ട് ഫുഡ് പോകുന്ന പേഷ്യന്റ്. പക്ഷെ ഞാൻ പറയും, കഴിഞ്ഞ ഫുഡ് നിങ്ങൾക്ക് കഴിഞ്ഞ വിശപ്പായെങ്കിൽ മാത്രം കഴിച്ചാൽ മതി, അല്ലെങ്കിൽ കുറച്ച് കഴിച്ചാൽ മതി, പറ്റുന്ന പോലെ കഴിച്ചാൽ മതി, അല്ലാതെ കുത്തി നിറച്ച് കഴിക്കണ്ട പറയും. അങ്ങനെയാണ് ആ രീതി കറക്റ്റ് ചെയ്ത് കൊടുത്ത. ഇപ്പൊ പകുതി ഡോക്ടേഴ്സ് ഒക്കെ പോസ്റ്റ്മോർട്ടം കെയർ സെന്ററിലേക്ക് പോണെച്ചാൽ കുഴപ്പമില്ല എന്ന് പറയും, ഡോക്ടേഴ്സ് നോക്കുന്നതാണല്ലോ. പക്ഷെ പല സ്ഥലത്ത് എന്താ വെച്ചാ ഡോക്ടേഴ്സ് ആഴ്ചയിൽ ഒരു ദിവസമേ കാണുള്ളൂ, അതും പ്രശ്നമാണ്. എന്നും രോഗി ഒരേപോലെ ആയിരിക്കില്ല. അപ്പൊ അങ്ങനത്തെയും പ്രശ്നമുണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങളെ എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് നിങ്ങളെ സംസാരിച്ചേക്ക് കുറേ കണ്ടന്റ് കിട്ടും. പേഴ്സണലി എനിക്ക് സംസാരിക്കാൻ മാത്രം സാധനങ്ങൾ കിട്ടും. നിങ്ങൾക്ക് അത്രയും ഡൗട്ട്സ് ഉണ്ടാവും, ഇത് ഇങ്ങനെ ചെയ്തു അത് കറക്റ്റ് ആണ്. ആ ക്വസ്റ്റ്യൻസിനൊക്കെ എനിക്ക് ആൻസേഴ്സ് തരാൻ ചിലപ്പോൾ പറ്റും, എങ്കിലും സമയം പറ്റില്ല. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇതൊന്നും കഴിക്കരുത് എന്നല്ല, അതൊക്കെ കഴിക്കാം. ഇതിനൊക്കെ ഒരു കണക്കുണ്ട്, സമയമുണ്ട്, ഏതൊക്കെ രീതിയിൽ വേണം എന്നൊക്കെ ഉള്ളത് അങ്ങനെ ഫിക്സ് ചെയ്യാണ്ട്. ഉമ്മ കഴിച്ചു 10 കഷ്ണായം, മോളിത് കഴിക്കുക. ഉമ്മ ഒരു ചെമ്പ് കഴിച്ചു, നമ്മളൊരു ചെമ്പ് കഴിക്കുക, അത്ര ഇല്ല. ശതോപ്പി അയമോദൊക്കെ ഒരു സ്പൂണ് കഴിച്ചാൽ മതി. യൂട്രസ് ഒരു 5 ഗ്രാംസ് മതി. നമ്മൾ പണ്ട് വീട്ടിൽ കഴിച്ചിരുന്നത് ഇത്ര മൂന്ന് ബൗള് നിറച്ചാ. അതന്നെ. ഉലുവ വരകിയത് ഇത്ര 3 കഷ്ണം കൊടുന്നു തരും. നോ നീഡ് ഓഫ് ദാറ്റ്. 2 ടീസ്പൂൺ ഓർ 3 ടീസ്പൂൺ വൺസ് ഇൻ എ ഡേ ഇനഫ്. വേറൊരു സമയത്ത് വേറെ ഫോമിൽ പോട്ടെ, ഇത്രേ ഉള്ളൂ. ഇതൊക്കെ ഫുഡായിട്ട് കഴിച്ചാൽ പ്രശ്നം സോൾവ് ആണ്. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഡോസ് എടുത്തിട്ട്, എന്നുവെച്ചാൽ നമ്മളിപ്പോ ഉലുവ കഞ്ഞിയിൽ കുറച്ച് ഉലുവ ഇട്ട് കഴിച്ച് കുഴപ്പമില്ല. നേരെ കുറച്ച് ഉലുവ പിഴിഞ്ഞിട്ട് 2 നേരം 3 നേരം അത്ര കഴിക്കണ്ട, ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി. ഇതൊക്കെ ഒരു ഡൈജഷൻ പ്രശ്നം. ഇതുകൊണ്ടാണ് ഇതിന്റെ കൂടെ കഷായം കൂടി കഴിക്കുമ്പോ അത് വയർക്ക് മാച്ചില്ലാത്ത കഴിക്കുമ്പോ ദഹനം പ്രശ്നവും കുട്ടിക്കും പ്രശ്നവും അനങ്ങാണ്ട് കിടക്കാണ്. അപ്പൊ അതൊക്കെയാണ് മിത്ത് ബ്രേക്ക് ചെയ്യാന്നുള്ളത് നിർബന്ധമാണ്. അവിടെ നമ്മൾ ആയുർവേദം മോശമായാലും കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് അല്ലാണ്ട് ചെയ്ത എല്ലാം പ്രശ്നം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ പ്രസവിച്ച് കിടക്കുന്ന ആൾക്ക് കുറെ ട്രോമകൾ ഒഴിവാക്കാന് ഷഹനയെ പോലെയുള്ള നന്നായി കെയർ ചെയ്യുന്ന ആളുകൾ കൂടെ ഉണ്ട് എങ്കിൽ കുറെ ഒക്കെ പ്രശ്നങ്ങൾ ഫിസിക്കലി മെന്റലി എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവുമെന്നാണ്. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട് ജേണി ഇങ്ങനെയാണെന്നും ഇതിലൂടെ കുറെ ആളുകള് കൂടെ ആളുകൾ മാത്രമല്ല കുറെ സ്ത്രീകളും അവരുടെ മക്കളും അവരുടെ ഫാമിലി ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴൊക്കെ. അപ്പൊ നമ്മുടെ സമയം കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം. താങ്ക് യു ഷഹന, താങ്ക് യു ഓൾ. എല്ലാവരുടെ ലൈഫിലും എൻ്റെയർ ലൈഫിലും ഒരുപാട് സന്തോഷവും സമാധാനവും സമൃദ്ധിയും സ്നേഹവും സമ്പത്തും ഒക്കെ അങ്ങനെ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഞാൻ ബ്ലസ് ചെയ്യുന്നു. ശനിയാഴ്ച ഇനി നമ്മുടെ സഖിയുടെ സെഷൻ ഉണ്ടായിരിക്കും. നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് പോകാം. ഇനി ഫിസിക്കൽ സെഷൻ ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാവർക്കും കൂടെ നേരിൽ കാണാനൊക്കെ എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ. താങ്ക് യു ഓൾ. ലവ് യു സോ മച്ച്. താങ്ക് യു. ബൈ, ഗുഡ് നൈറ്റ്.